പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗ്ലോറിയ പോൾ. ഇതെൻ്റെ മമ്മി റെയ്നി. ഞങ്ങൾ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ പുറത്ത് 6 വർഷം MBBS അർമേനിയയിലെ എറവാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ് വന്നതാണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് 1.5 വർഷത്തോളമായി. എൻ്റെ മമ്മി ഞാൻ 4th ഇയർ പഠിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഞാനൊരു അങ്ങനെ വലിയ പഠിപ്പൊന്നുമല്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ ഏത് എക്സാം എഴുതിയാലും അതിലേതിനൊരു വിഷയം എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഏറ്റവും കൂടുതൽ അത് പോകുന്നത് ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല, ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ മറന്നുപോകും. ഞങ്ങൾക്ക് അവിടെ MCQ ആണ് എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പം എൻ്റെ ടെൻഷൻ കാരണം ഞാൻ പെട്ടെന്ന് എല്ലാം മാർക്ക് ചെയ്ത് ഞാനൊക്കെ തെറ്റിക്കും. അപ്പോൾ 4th ഇയർ വരെ ഞാൻ ഏത് എക്സാം എഴുതിയാലും ഒരെണ്ണം ഏതിലൊരു സബ്ജക്റ്റ് ഞാൻ ഫെയിലാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, 6th ഇയറിൽ ഞങ്ങൾക്ക് ഒറ്റ അറ്റംപ്റ്റേ ഉള്ളൂ, ആ ഒറ്റ അറ്റംപ്റ്റ് പാസ്സായില്ലെങ്കിൽ നമ്മൾ 1 ഇയർ ബാക്ക് ആവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കും, ഇങ്ങനെ ടെൻഷൻ അടിച്ച് എക്സാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എങ്ങനെ 6th ഇയർ പാസ്സാവുന്നതെന്ന്. അങ്ങനെ എൻ്റെ മമ്മി 4th ഇയർ എൻ്റെ ആയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ഞാൻ ഒരു എക്സാമും ഞാൻ ഫെയിലായിട്ടില്ല. എൻ്റെ 6th ഇയറിൽ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എല്ലാ നല്ല മാർക്കോടെ തന്നെ ക്ലിയർ ചെയ്തു. 6th ഇയറിൽ ഞങ്ങൾക്ക് 3 മെയിൻ സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്: സർജറി, മെഡിസിൻ, ഗൈനക്കോളജി. അപ്പം ഞാൻ എൻ്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ എനിക്ക് എല്ലാത്തിനും ആവറേജ് ഒരു 8 തരണേ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ സർജറിയുടെ എക്സാം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പേര് ഫെയിലായി. എന്നിട്ട് ഞാൻ മാതാവിനോട് എനിക്ക് 8 തരണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാർ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് 7 ഉണ്ടായിരുന്നുള്ളൂ സർജറിയുടെ ആവറേജ്. അപ്പം ഞാൻ മാതാവിനോട്, അയ്യോ മാതാവേ സോറി, ഇത്രയും പേരെ ഫെയിൽ അയച്ചിട്ട് മാതാവ് എനിക്ക് ഇത്രയും മാർക്ക് തന്നിട്ട് എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്, എനിക്ക് 7 മതി, ഞാനിതിൽ ഹാപ്പിയാണ്, എൻ്റെ വീട്ടിലുള്ളവർ ഹാപ്പിയാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഗ്രേഡ് ബുക്ക് കിട്ടിയപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ സർജറിക്കും എൻ്റെ ഗൈനക്കോളജിക്കും മെഡിസിനും 8-9 മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് തുടങ്ങി എൻ്റെ വിശ്വാസം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. ഞാൻ എന്നും എൻ്റെ ഫ്രണ്ട്സിനായാലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കും, എണ്ണ കൊടുക്കും. ഞങ്ങൾ എക്സാമിന് പോണേക്കാൾ മുമ്പും ഞങ്ങൾ വെഞ്ചിട്ട് തൈലം പൂശിയിട്ടാണ് ഞങ്ങൾ പോവാറ്. ആ ഒരു വിശ്വാസത്തിൽ തന്നെ മമ്മിക്ക് ഉടമ്പടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഇവിടെ വന്ന് FMG നമ്മുടെ ലൈസൻസിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നെ പാസ്സാക്കുവാണെങ്കിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ പോയി, മമ്മിയുടെ ഉടമ്പടി ഉണ്ടല്ലോ ഇപ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ പോയി മമ്മിയുടെ ഇന്ന് തൈലവും ഉപ്പും കാശുരൂപമൊക്കെ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിസൾട്ട് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പോയത്. ഫസ്റ്റ് തവണയും സെക്കൻഡ് തവണ എക്സാം എഴുതിയപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ പാസ്സാവുമായിരിക്കും, അല്ലെങ്കിൽ മാതാവ് എന്നെ പാസ്സാവുമെന്ന്. എക്സാമിന് തലേ ദിവസം മുമ്പ് തന്നെ ഞാൻ അവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങി, അച്ഛൻ്റെ കാശ് തന്ന കാശുരൂപം എല്ലാം കൊണ്ടാണ് ഞാൻ എക്സാമിന് പോയത്. എക്സാം എനിക്ക് ഈസി ആയിരുന്നു. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ മമ്മിനോട് പറയുകയും ചെയ്തു, മാതാവ് പാസ്സാക്കിക്കോളും, കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് സാധാരണ ഞാൻ ചൊവ്വാഴ്ചത്തെ ധ്യാനം ചൊവ്വാഴ്ച തന്നെ കൂടാറില്ല, ആഴ്ചയിൽ ഏതിലൊരു ദിവസമേ കൂടാറുള്ളൂ. പക്ഷേ എക്സാം കഴിഞ്ഞ് പിറ്റേ ആഴ്ച വന്ന ചൊവ്വാഴ്ച തന്നെ ഈ ചൊവ്വാഴ്ച ധ്യാനം ഞാൻ കൂടി. ആ ധ്യാനത്തിൽ അച്ഛൻ തോൽവിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ തോൽക്കുന്നത് നിങ്ങളുടെ ഉടമ്പടി തെറ്റിയിട്ടല്ല, മാതാവിനോട് എടുക്കാനാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് മാതാവ് എനിക്ക് വേണ്ടി പറയണതായിരിക്കില്ല, അച്ഛൻ വേറെ ആർക്കെങ്കിലും വേണ്ടി പറയണതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇത് ഞാൻ മമ്മിയോട് പറയുകയും ചെയ്തു. ഉച്ച കഴിഞ്ഞ് ഞാൻ പോയി കിടന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങിയതാണ്. എന്നാലും സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് അച്ഛൻ എന്നെ മാത്രം ബ്ലെസ് ചെയ്യുന്നില്ല, വേറെ എല്ലാവരും ബ്ലെസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിനോട് പറഞ്ഞു, മമ്മി ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്. അപ്പോഴും മമ്മി പറഞ്ഞു, നീ ഇത് ആലോചിച്ച് കിടന്നിട്ടായിരിക്കും നീ ഈ സ്വപ്നം കാണുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്നു. ഞാൻ ഫെയിലായിരുന്നു. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥന എത്തിക്കില്ല, പള്ളി പോകത്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ലായിരുന്നു. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ഞാൻ ഫെയിലാണ്. എനിക്ക് ഭയങ്കര സങ്കടം, മാതാവ് എന്നെ ഉപേക്ഷിച്ചു, ഈശോ ഞാൻ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് 1 മാസത്തോളം ഞാൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി ഞാൻ ചെയ്തതിനെക്കുറിച്ച്. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ഈശോയോട് മാപ്പ് പറയാൻ വേണ്ടി ഞാൻ 30 ദിവസം അടുപ്പിച്ച് ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി. ചൊവ്വാഴ്ച ശനിയാഴ്ച മാത്രമല്ല, എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ഉപവാസം എടുത്ത് ഞാൻ ചെയ്തതിന് മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തായാലും മാതാവിൻ്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി. പക്ഷേ ആ റിസൾട്ട് എന്തായാലും
തോൽവിയാണെങ്കിലും ജയമാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും പ്രത്യേകിച്ച് പപ്പയ്ക്കും മമ്മിക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടായിരിക്കണം. ഇപ്പോൾ തോറ്റാലും ഞാനത് സഹിക്കും, പക്ഷെ ഇവരത് സഹിക്കത്തില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തു. കഴിഞ്ഞ ജാനുവരി 12 എക്സാം. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. അവരോടൊക്കെ റിസൾട്ട് എനിക്ക് സന്തോഷത്തോടെ വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആയ ജാനുവരി 29 ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ പപ്പയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കണം എൻ്റെ റിസൾട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു. എൻ്റെ എക്സാം കൊല്ലത്തായിരുന്നു. എക്സാമിന് വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോൾ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡെയിലി ബ്രെഡ് ഞാൻ വചനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥനയിൽ കൂടാറുണ്ട്. ആ വചനം എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയ വചനമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് ഇങ്ങനെ ഒരു വചനം തരുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാല്ലേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ അന്ന് കാലത്ത് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ വചനം, അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ എൻ്റെ കരുണ കാണിക്കും. സെഫാനിയ 2:23 ഈ ഒരൊറ്റ വചനത്തിൻ്റെ ശക്തിയിലാണ് ഞാൻ അന്ന് പരീക്ഷയ്ക്ക് പോയത്. എൻ്റെ പരീക്ഷ ഈ കഴിഞ്ഞ 2 പരീക്ഷ ചെയ്തതിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയും, ഞാൻ എഴുതിയ പേപ്പറിൽ എനിക്ക് പാസ്സാവാനുള്ള മാർക്കില്ല. ആദ്യത്തെ സെക്ഷൻ ഫസ്റ്റ് മോർണിംഗ് സെഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, എനിക്ക് കൂടി പോയ 10-9 മാർക്ക് കിട്ടും. ടോട്ടൽ 150 വേണം 2 സെക്ഷനും കൂടെ പാസ്സാവണമെങ്കിൽ. അതെനിക്ക് എന്തായാലും കിട്ടത്തില്ല. എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാൽ ചിലപ്പോൾ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സാധാരണ 10 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. ഇത് കറക്റ്റ് 7ാമത്തെ ദിവസം ഞങ്ങളുടെ റിസൾട്ട് വന്നു. ഈ 7 ദിവസവും ഞാൻ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ ആരാധനയ്ക്ക് പോയി, ഞാൻ കൊന്ത ചൊല്ലി, ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലി, എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 7ാമത്തെ ദിവസം ഇപ്പോൾ റിസൾട്ട് വന്നു വൈകുന്നേരം. അത് ഒട്ടും വിചാരിച്ചില്ലായിരുന്നു 7ാമത്തെ ദിവസം റിസൾട്ട് വരും. ഇത്രയും നാളങ്ങനെ വന്നിട്ടുമില്ല. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ റിസൾട്ട് വന്നു. എനിക്ക് റിസൾട്ട് നോക്കാൻ പറ്റിയില്ല. ഇനി ഒരു ഫെയിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നെനിക്കറിയത്തില്ല. എന്നേക്കാൾ കൂടുതൽ എൻ്റെ പാരൻസ് എന്ത് ചെയ്യും, എൻ്റെ അനിയത്തിമാർ എല്ലാവർക്കും ഭയങ്കര സങ്കടം, എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് റിസൾട്ട് നോക്കണമെന്ന് നോക്ക്. ഞങ്ങൾ പ്രെയർ ഹാളിലിരുന്ന് തിരി കത്തിച്ചിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ റിസൾട്ട് നോക്കി. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കിയത്. അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആ എക്സാം പാസ്സായിന്ന്. അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത്. ഈ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം എല്ലാ പുറത്ത് മെഡിക്കൽ സ്റ്റുഡൻസിനും അറിയാം ഈ FMG പരീക്ഷ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പരീക്ഷ പാസ്സായില്ലെങ്കിൽ നമ്മൾ ഇത്രയും 6 വർഷം പഠിച്ചതിൽ ഒരു വാല്യൂ ഇല്ല. +2 മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ +2ൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മുടെ വാലിഡ് ആയിട്ടുള്ളൂ. എല്ലാവരും പറയും നിങ്ങൾ പുറത്ത് പോയി മെഡിസിൻ പഠിച്ചു അതുകൊണ്ടാണ്. പക്ഷേ അതിൽ നമ്മളിട്ട എഫേർട്ടും ഒന്നും ആർക്കും കാണാനില്ല. എല്ലാവർക്കും എഴുതിയിട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനോട് ഈശോവിനോടും 1000 കോടി നന്ദി പറയുകയാണ്. പിന്നെ ഇത് മാത്രമല്ല, ചെറുതും വലുതായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആണെങ്കിലും ഞാൻ എപ്പോഴും കൊന്ത ചെല്ലാറില്ല. ഞാൻ എപ്പോഴും എളുപ്പപ്പണിയാണ്. കരുണക്കൊന്ത ചെല്ലും. എത്ര കരുണക്കൊന്ത വേണമെങ്കിലും ഞാൻ ചെല്ലും. കാരണം എണ്ണം കൂട്ടാലോ, ഇത്ര കരുണക്കൊന്ത ചെല്ലിയെന്ന് പറയാമല്ലോ, 5 മിനിറ്റോടെ കാര്യം കഴിയും. അപ്പോൾ കരുണക്കൊന്തയാണ് ഞാൻ കൂടുതലും ചെല്ലാറ്. ജപമാല കൃത്യമായിട്ട് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് ജപമാല പഠിച്ചു. ഒരു ദിവസം 4-5 ജപമാലയും കരുണക്കൊന്തയൊക്കെ വെച്ച് ഞാൻ ചെല്ലാൻ പഠിച്ചു. ബൈബിള് വായിക്കാൻ തുടങ്ങി. എന്നേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവാസം എടുക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനമായാലും മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ പത്രം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ മമ്മി ഇങ്ങനെ ചെയ്യുന്നത്, അതൊക്കെ ഒരു വേറെ രീതിയിലുള്ള പ്രൊമോഷനല്ലേ, എന്തിനാ മമ്മി യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വന്ന് പത്രം വാങ്ങി എനിക്ക് പറ്റുന്ന എല്ലാ സ്ഥലത്തും ഞാൻ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും പള്ളിയിൽ പത്രം വെറുതെ ആരെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതും എടുത്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ടും പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുക, മീൻസ് വഴികളിലുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യാൻ മാതാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ
17 മുതലുള്ള തിരുവചനങ്ങളിൽ നിൻ്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. ഉത്സവ ദിനത്തിൽ എന്ന പോലെ അവിടുന്ന് നിന്നെക്കുറിച്ച് ആനന്ദഗീതം മുതിർക്കും. ഞാൻ നിന്നിൽ നിന്ന് വിപത്തുകളെ ദൂരീകരിക്കും. നിനക്ക് നിന്ദനമേൽക്കേണ്ടി വരികയില്ല. 17ഉം 18ഉം തിരുവചനങ്ങളിൽ നാം കാണുന്ന നമ്മോട് ഈശോ സംസാരിക്കുന്ന തിരുവചനങ്ങളാണിത്. ഇന്ന് ഗ്ലോറിയ പോൾ എന്ന മകള് തൻ്റെ FMG എക്സാമിനേഷൻ, അതായത് MBBSൻ്റെ ലൈസൻസ് എക്സാം, ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമാണ്. അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ്, തനിക്കത് കിട്ടിയില്ലെങ്കിൽ താൻ ഏത് സർട്ടിഫിക്കറ്റിന് മാത്രം ഉടമയാകുന്ന ഒരു വ്യക്തി. ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മകള് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാര്യവും അതിനു മുൻപും തൻ്റെ മമ്മിയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് 4th ഇയർ തൊട്ട് എക്സാമൊക്കെ ക്ലിയറാക്കാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് മമ്മിയുടെ ഉടമ്പടിയിൽ തന്നെ നിന്നാൽ മതിയല്ലോ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ഇന്ന് പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ വരുമ്പോൾ നിങ്ങൾ തന്നെ ഉടമ്പടി എടുക്കണം. 18 വയസ്സ് കഴിഞ്ഞ മക്കൾ, പ്രായപൂർത്തിയായ മക്കൾ, അവർ തന്നെ ഉടമ്പടി എടുത്ത് അവർ തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹബന്ധം, വ്യക്തിബന്ധം സ്ഥാപിക്കേണ്ടത്. അങ്ങനെ ദൈവവുമായിട്ട് തങ്ങൾക്കുള്ള ഈ വ്യക്തിബന്ധത്തിൻ്റെ ഈ ഒരു അടിത്തറ അത് അവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് തുടർന്നുള്ള ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് അതിന്മേൽ ആ ഭവനം കെട്ടിപ്പടുക്കപ്പെടുന്നത്. അതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കുട്ടികൾ തന്നെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് കൊണ്ട് നമ്മോട് പറയാറുള്ളത്. അങ്ങനെ ഇന്ന് തനിക്ക് പിന്നീട് താൻ ഉടമ്പടി എടുക്കുന്ന കാര്യവും, എന്നാൽ ഒരു വിഷമസന്ധി വരുമ്പോൾ താൻ ഫെയിലായപ്പോൾ ഉടമ്പടി പിന്നെ ഒന്നുമില്ല. എന്നാൽ നാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ നാം ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് ദൈവം നമ്മെ അറിയുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ കൂടെ നമ്മെ അച്ഛൻ്റെ പ്രബോധനങ്ങളിലൂടെ പറയാറുണ്ട്. നാം ഫ്രോഡാണോ, നാം എങ്ങനെയാണ് എന്നുള്ളത്. ഹൃദയമറിയുന്ന ദൈവം ഈ മകളെ കാണുന്നു. 1 മാസത്തിന് ശേഷം തനിക്ക് തന്നെ താൻ ചെയ്ത കാര്യം ശരിയല്ല, തൻ്റെ ഒരു പരീക്ഷയല്ല ഉടമ്പടി നിയോഗമായിട്ട്, അതാ നിയോഗമല്ല പ്രത്യേകതയായിട്ട് താൻ കാണേണ്ടതെന്ന് ഈ മകൾക്ക് ബോധ്യങ്ങൾ കിട്ടുകയാണ്. അതുകൊണ്ടാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് യെശയ്യാ 1:19 പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തെ ഈ മകൾ തന്നെ വിലയിരുത്തി പിന്നീട് അങ്ങോട്ട് എത്രമാത്രം തീക്ഷ്ണതയോടെ തൻ്റെ ജീവിതം മുമ്പോട്ട് പോയി താൻ ഏറ്റുപറയുകയാണ്. തനിക്ക് തെറ്റുപറ്റിയത് ഏറ്റുപറഞ്ഞ് അതിനുള്ള തൻ്റെ ജീവിതത്തെ ഒരു മാറ്റമായിട്ട് തനിക്ക് തന്നെ പല കാര്യങ്ങൾ താൻ തന്നെ ബോധ്യപ്പെട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പിന്നീട് ഈശോയുമായിട്ട് വളരെ ഇഴുകിച്ചേർന്നുള്ള ഒരു ബന്ധത്തിലേക്ക് വരുന്നു. കരുണക്കൊന്ത ചൊല്ലിയിരുന്ന താൻ പിന്നീട് 3ഉം 4ഉം കൊന്ത ജപമാല പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിട്ട് മാറുന്നു. തിരുവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങളായിട്ട് ഈ മകൾ കാണുകയാണ്. അങ്ങനെ തൻ്റെ റിസൾട്ടിനൊക്കെ പിന്നീട് എങ്ങനെയാണ് ഈശോ ഏറ്റവും വലിയ ഒരു ദാനമായിട്ട് തന്നെ തനിക്ക് തൻ്റെ റിസൾട്ട് കിട്ടുവാനായിട്ടിടയായി. ഇന്ന് താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എസെക്കിയേൽ 36:26 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം മാറ്റി മാംസളമായ ഹൃദയം നിങ്ങൾക്ക് നൽകും. ഈ ഒരു പുതുപ്പിറവി ഇതാണ് ഇവിടെ ഉടമ്പടിയിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളിലും അതുപോലെ നമ്മിൽ ഓരോരുത്തരിലും സംഭവിക്കേണ്ടതും അതുതന്നെയാണ്. അങ്ങനെ ഇന്ന് ഈശോയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു യുവതലമുറ ഉടമ്പടിയിലൂടെ സംജാതമാകുന്നു. നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ കൃപയാൽ നിറയപ്പെടുകയാണ്. ഈ മക്കളൊക്കെയാണ് ഇനി മുമ്പോട്ട് അവരുടെ ജീവിതത്തിൽ അവരാണ് ഭാവി തലമുറ. അപ്പോൾ അവരിൽ കുടുംബം ഈ ദൈവത്തെ ചേർത്ത് നിർത്തിയുള്ള
ഒരു ജീവിതം അവർ തുടങ്ങുമ്പോൾ തീർച്ചയായും ആ അടിത്തറ ബലവത്താണ്. അതിന് മാറ്റം, അതിന് ഇളക്കം തട്ടുകയില്ല. അത് ഭൂമി കുലുങ്ങിയാലും അതുപോലെ വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റൂതിയാലുമൊക്കെ ഉറച്ച അടിസ്ഥാനത്തിന്മേൽ അത് മുൻപോട്ട് പോകും. നമുക്ക് ഈ കൃപകളെല്ലാം നമുക്ക് നൽകി നമ്മെ കൂടുതൽ ബോധ്യമുള്ളവരാക്കുന്ന ഉടമ്പടി ജീവിതത്തിന് പരിശുദ്ധ അമ്മയോട് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ദിവ്യ. കൃപാസനം തൊട്ട് പുറകുവശമാണ് എൻ്റെ വീട്. ഞാൻ ഹിമാലയ ബേക്കറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അമ്മ മാതാവിന് മുമ്പിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്കുണ്ടായൊരു മഹാഭാഗ്യമാണ് ഞാനിവിടെ പറയുന്നത്. 2023 ഒക്ടോബർ 8 എൻ്റെ മോനൊരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. 12 വയസ്സുണ്ടായിരുന്നു എൻ്റെ മോന്. വണ്ടി ഇടിച്ച ആൾ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാതെ, അവരുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അതിൻ്റെ പേരിൽ വണ്ടി മാറുന്നതിന് വേണ്ടി ഒരു പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ചികിത്സ വൈകിയതിൻ്റെ കാരണത്താലാണ് എൻ്റെ മോൻ മരണപ്പെട്ടത്. എനിക്ക് അണു പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനില്ലാതെ എനിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. ഞാൻ വീണ്ടും ജോലിക്ക് ഇവിടെ ഹിമാലയ ബേക്കറിയിൽ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മേഡം, അത് ആശാ മേഡമാണ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇവിടെയുള്ള ഒരുപാട് സഹപ്രവർത്തകരും ഇതിനെക്കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. എനിക്ക് എന്താണെന്നൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം വൈകിട്ട് ഇതിലൂടെ പോകുമ്പോൾ ഒരു ചേച്ചിയെ കണ്ടു. അങ്ങനെ ഉടമ്പടിയെക്കുറിച്ച് ചോദിച്ചു. എനിക്കതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഞാൻ 2024 ജനുവരി 22 ഇവിടെ ഉടമ്പടി എടുത്തു. 2024 ഫെബ്രുവരിയിൽ 25 എൻ്റെ മെൻസസ് ഡേറ്റ്. 25 ഞാൻ മെൻസസ്സായില്ല. എന്നാലും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആകുമെന്ന്. അതുപോലെ തന്നെ അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. 27 തീയതി ഫെബ്രുവരി 27 തീയതി ഞാൻ കാർഡ് വാങ്ങി നോക്കിയപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ കാർഡ് വെച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാനത് നോക്കിയത്. പിന്നീട് കിൻഡർ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ പോയത്. അതിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നതിന് ഡോക്ടർമാർ നിങ്ങൾ താമസിച്ചത് കൊണ്ട് ഒരുപക്ഷെ ഇത് സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു, നോർമലായിട്ട് ആകുമോ ഇല്ലയെന്ന്. പിന്നീട് ആകാഞ്ഞത് കൊണ്ട് ഞങ്ങൾ IVF വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞെങ്കിലും അത് ചെയ്യാമെന്ന് ചെയ്യണം. ഇങ്ങനെ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആയത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് കിട്ടിയത്. 3 മാസമായപ്പോൾ തന്നെ കുഞ്ഞിന് കണ്ണും മൂക്കും ഒന്നും തന്നെ കാണുന്നില്ല സ്കാനിങ്ങിൽ. അതുകൊണ്ട് കുഞ്ഞിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നമുക്കിത് അബോർഷൻ ചെയ്യണമെന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് അമ്നിയോസെൻറ്റസ് ടെസ്റ്റിന് കുറിച്ചു. ആ ടെസ്റ്റ് അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കി അച്ഛനെ കാണുകയൊക്കെ ചെയ്തു. അച്ഛൻ പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ വന്ന് മാതാവിനോട് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് മാലയും ഇതൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് ടെസ്റ്റിന് പോകേണ്ടി വന്നു. ഞാൻ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ആ ടെസ്റ്റിന് റിസൾട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വന്നപ്പോൾ ടെസ്റ്റിന് യാതൊരു കുഴപ്പവുമില്ല കുഞ്ഞിന്. എനിക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് തന്നെ പോയി. പിന്നീട് 6-ാം മാസത്തിലായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ നമുക്കിത് അബോർഷനാക്കണം, അത് ബ്ലീഡിങ്ങിനെ വരുന്നതുകൊണ്ട് എന്താണെന്ന് ഡോക്ടർമാർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ ഇഞ്ചക്ഷനൊക്കെ തന്ന് വീട്ടിലേക്ക് വിട്ടെങ്കിലും പിന്നീട് വീണ്ടും നമുക്ക് ബ്ലീഡിങ് ഉണ്ടായതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ തന്നെ ചെന്നു. അപ്പോൾ ഷോർട്ട് സർവീസ് ചെയ്തു. അങ്ങനെ റെസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് ചെയ്ത ശേഷം വീണ്ടും എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛനെ വീണ്ടും വന്ന് കണ്ടു. യാതൊരു കുഴപ്പമുണ്ടാകും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ മാതാവിന് ഉറച്ച വിശ്വാസത്തിൻ്റെ മുന്നോട്ട് പോയി. കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് തൈലം വയറ്റിൽ പുരട്ടിയും ഉപ്പും ഇതെല്ലാം തന്നെ തേനുമെല്ലാം തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഇത് മുന്നോട്ട് പോയി. ശേഷം പിന്നെ 2024 ഒക്ടോബർ 10
ഉച്ചയ്ക്ക് 11:47 എനിക്ക് സിസേറിയൻ ആയിരുന്നു. പ്രസവം ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിലും സിസേറിയനിലോട്ട് പോകേണ്ടി വന്നു. ആ സമയത്തൊരു ശ്വാസം മുട്ടലൊക്കെ എനിക്ക് ഉണ്ടായി. അപ്പോൾ ഓപ്പറേഷൻ സമയത്തായിരുന്നു അത്. അന്നേരം ഞാൻ അവിടെ അവരതിനകത്തേക്ക് കാശ് രൂപം കയ്യിൽ തരികയില്ലെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ വിശ്വാസപ്രമാണം ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഇതിൽ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടായില്ല. എനിക്കും എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട മോനെ തന്നെ എനിക്ക് മാതാവ് തിരിച്ചു തന്നു. പിന്നെ അതുകൊണ്ട് മാതാവിനെ ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തത്, എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിൽ തന്നെ ഒരു അനാഥാലയത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണവും വസ്ത്രമൊക്കെ കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വീട്ടിൽ വലിയ നിവൃത്തിയൊന്നുമില്ലാത്തതായിരുന്നു. അവരുടെ മോന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇതൊക്കെ കൊടുത്ത് ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ പഠിക്കുന്ന പഠന ഉപകരണങ്ങളെല്ലാം തന്നെ കൊടുത്തു. പിന്നെ നമ്മുടെ ഇവിടെ ഭിക്ഷയാചിക്കുന്ന മിക്കവർക്കും ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. പിന്നെ എൻ്റെ മോൻ്റെ മരിച്ച 1 വർഷമായിരുന്നു. അന്ന് ഒരു 10 പേർക്ക് പിന്നെ ഉച്ചഭക്ഷണം ഞാൻ കൊടുത്തു. അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തത്. ഒരിക്കൽ കൂടി അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2:10 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി ഈശോ ഭൂമിയിൽ അവതരിച്ച വിവരം ആട്ടിടയന്മാരോട് ദൈവദൂതൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം കേട്ടത്. ദിവ്യമോൾ 12 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെടുകയും ആണും പെണ്ണുമായിട്ട് തനിക്ക് ആ കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം 2023 ഈ മകൾക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും വിഷമത്തിലൂടെയുമൊക്കെ കടന്നു പോകുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നും തങ്ങൾക്ക് 12 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞ് കിട്ടാൻ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമ്പോഴും എന്നാൽ ഇനി IVF ഒക്കെ നോക്കാം, അങ്ങനെ ആ ചിന്തയും ഇവർക്ക് വന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിലേക്ക് പിന്നീട് കടന്നു വരുന്നു. അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി ജീവിതമൊക്കെ ജീവിക്കുമ്പോൾ തനിക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനെ പോലെ ഒരു കുഞ്ഞിനെ ദൈവം പ്രദാനം ചെയ്തു. ആ സാക്ഷ്യമാണ് നാം കേട്ടത്. ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നാം കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നും തീർന്നു പോയിട്ടില്ല. അവിടുത്തെ കൈ എന്നും സമ്പന്നമാണ്. നമുക്ക് തരാൻ, നിറച്ചളന്ന് മടിയിലിട്ട് തരാൻ അത്രമാത്രം സമ്പന്നനാണ് ദൈവം. നാമാണ് വഴികളുണ്ടാക്കേണ്ടത്. ആ വഴികളാണ് ഉടമ്പടിയുടേത്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട സൽപ്രവൃത്തികൾ, അതുപോലെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, മറ്റുള്ളവരെ പരിഗണിക്കുന്ന, അവരെയും കൂടി ദൈവസ്നേഹത്തോടെ ദർശിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് ഇടം കൊടുക്കുമ്പോൾ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ വൈദ്യശാസ്ത്രം എഴുതി തള്ളുന്നത് വരെയും നടക്കുമെന്നുള്ളത് എത്രയോ സാക്ഷ്യങ്ങൾ, 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ് നമുക്ക് യൂട്യൂബിലുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കപ്പെടുന്നു. അതാണ് ദിവ്യയുടെ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട, തൻ്റെ തീരാ ദുഃഖത്തിൽ താനായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് തന്നെ കൈപിടിച്ചുയർത്തിയ സജീവ ദൈവത്തെ ഈ മകൾ ഏറ്റുപറയുകയാണ്. അങ്ങനെ കൃപാസനത്തിനോടടുത്ത് ജീവിച്ചിട്ടും കൃപാസനത്തിലേക്ക് ഇതിനു മുൻപ് വന്നിരുന്നില്ല. എന്നാൽ തൻ്റെ ഈ ജീവിത ദുഃഖം ഈ മകളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇന്ന് തൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ
തീർച്ചയായും ദൈവം എത്രമാത്രം കരുതലും സ്നേഹവാനുമാണെന്ന് ഒരിക്കൽ കൂടി ജനസമക്ഷം പ്രഘോഷിക്കപ്പെടുന്നു. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മാതാവിനും തിരുകുമാരനും നന്ദി. എൻ്റെ പേര് ആതിര. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. 16/9/2024 ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ 9 മാസം പ്രഗ്നൻ്റ് ആയിട്ട് 9 മാസം അങ്ങോട്ട് തുടങ്ങിയ ടൈമിൽ എനിക്ക് രാവിലെ ഒരു 4 മണിയായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി. അന്നേരം ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല. ഡോക്ടർ 2 പ്രാവശ്യം ഉള്ളു പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല. 2 പ്രാവശ്യം സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അന്നേരം എനിക്ക് ഡേറ്റ് ആയിട്ടുമില്ല. ജൂൺ 21 ഡേറ്റ്. ഈ ബ്ലീഡിങ് ഉണ്ടായത് മെയ് 20 അന്നേരം ഡേറ്റ് ആയിട്ടില്ല, കുഞ്ഞിന് വളർച്ചയായിട്ടില്ല, എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്നാൽ നമുക്ക് നാളത്തേക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത സമയത്ത് വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ പൈപ്പിൽ നിന്ന് വെള്ളം എങ്ങനെയാണോ വരുന്നത് അതുപോലെ എനിക്ക് ബ്ലഡ് വരിക. എനിക്കൊരു വേദനയും ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് നേഴ്സിനോട് പറഞ്ഞു. അവർ പെട്ടെന്ന് ഡോക്ടർമാരെല്ലാം ഓടി വരികയാണ്, ഇത്ര ഹെവി ബ്ലീഡിങ്ങാണ്. അന്നേരം പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് കുറഞ്ഞു. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ട് പെട്ടെന്ന് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് എനിക്ക് ലോക്കൽ അനസ്തേഷ്യ തന്നു, ഫുള്ളി അനസ്തേഷ്യ വന്നിട്ട് കുഞ്ഞിനെ പെട്ടെന്ന് എടുത്ത് വെൻറ്റിലേറ്ററിൽ കൊണ്ട് വെക്കുമായിരുന്നു. വെൻറ്റിലേറ്ററിൽ എൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ബ്ലഡാണ് പോയത്. അന്നേരം കുഞ്ഞിന് ഓക്സിജൻ ഇല്ലായിരുന്നു, ഹാർട്ട് ബീറ്റ് തീരെ കുറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കിട്ടുമോ കിട്ടത്തില്ലയോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞിട്ട് അന്നേരം കുഞ്ഞിനെ ഓൾറെഡി കൊണ്ടുവന്ന് NICUവിൽ വെൻറ്റിലേറ്ററിൽ കൊണ്ട് വെച്ചേക്കുക. അങ്ങനെ അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് 2.5 ദിവസം കഴിഞ്ഞാണ് എന്നെ ഇറക്കിയത്. ഞാൻ പിന്നെ ആ ബ്ലീഡിങ് ഉണ്ടായ സമയത്ത് ഞാൻ ഒബ്സർവേഷനിൽ തന്നെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ഞാൻ വാടി വന്നു കഴിഞ്ഞിട്ടും അവിടെ വെച്ച് ഇവിടെ കൃപാസനത്തിൽ ഒത്തിരി വിശ്വാസമുള്ളവരെല്ലാം അവിടെ എനിക്ക് ചുറ്റും ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ അവസ്ഥയും എൻ്റെ വീട്ടുകാരുടെ വിഷമവും കണ്ടിട്ട് കൃപാസനത്തിൽ ഇങ്ങനെ ഇവിടെ ഉണ്ട്, മാതാവിൻ്റെ അടുക്ക പോകണം, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറും, കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത ഒരു ചേച്ചി ഇങ്ങനെ ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചിയെ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസമാണ് തലേന്നാണ് ഞാൻ വിളിച്ചത്. അപ്പം പിറ്റേന്ന് ഇവിടെ വന്നപ്പോൾ കുഞ്ഞിന് വെൻറ്റിലേറ്റർ മാറ്റാനായിട്ട് 7-ാം പൊക്കം വൈകിട്ടത്. അന്നേരം കുറേ ദിവസം വെൻറ്റിലേറ്റർ മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ആ ചേച്ചി ഇവിടെ വന്ന് കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലാതെ വെൻറ്റിലേറ്റർ മാറ്റണമെന്ന് എഴുതിയിട്ടതിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെൻറ്റിലേറ്റർ മാറ്റി. അത്രയും ദിവസം ഡോക്ടർമാർ നോക്കിയിട്ട് ഒരു വിധത്തിൽ പറ്റുന്നില്ല. അന്ന് വെൻറ്റിലേറ്റർ മാറ്റി. നമുക്ക് അത് മാതാവിലൊരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ തന്നെ മാതാവിൻ്റെ കൊടുത്താൽ ഞങ്ങളെല്ലാവരും ആശുപത്രി കിടക്കുവാണേലും വീട്ടിലുള്ളവരും എൻ്റെ കൂടെയുള്ള അമ്മയും ഞങ്ങളെല്ലാവരും യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനവും ഉടമ്പടി സാക്ഷ്യങ്ങളും ഇങ്ങനെ കേൾക്കും, ഉറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഉണരുമ്പോഴത്തേക്ക് കേൾക്കും. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, മാതാവിൻ്റെ ഈ കുഞ്ഞിനെ കൊടുക്കാനല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ ഇത് കേട്ട് പിന്നെ എനിക്ക് അടുത്തുള്ളവരെന്ന് പറഞ്ഞാൽ മാതാവ് എന്നെയും കുടുംബത്തിനെയും ഇവിടോട്ട് തിരഞ്ഞെടുത്ത പോലൊരിതാണ്. എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ തൈലമാണേലും മാതാവിൻ്റെ കാശുരൂപമാണേലും എല്ലാം അവിടെ മാതാവ് കൊണ്ടു തന്നു. എന്നിട്ട് ഞാൻ കുഞ്ഞിനെ ഈ തൈലവും പുരട്ടി കൊടുക്കും. ICUവിലുള്ള നേഴ്സുമാരും ഇത് വിശ്വാസമുള്ളവരാണ്, തൈലം അവരും പുരട്ടും. അങ്ങനെ മാതാവിൻ്റെ തൈലം പുരട്ടും, കാശുരൂപം കുഞ്ഞ് കിടക്കുന്നിടത്ത് കൊണ്ടുവെക്കും, ഉപ്പിടും. അങ്ങനെയൊക്കെ വെച്ച് പ്രാർത്ഥന മാത്രമേ ഉള്ളായിരുന്നു. ആ ഒരു 1.5 മാസം ഇത് സാക്ഷ്യം കേൾക്കുക, അച്ഛൻ്റെ ധ്യാനം കൂടുക, ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കഴിക്കുന്നുണ്ടോ നമുക്കറിയത്തില്ല. ആ ഒരവസ്ഥയിലായിരുന്നു അന്ന്. പിന്നെ 10-20 ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഈ ബ്ലഡ് പോയതുകൊണ്ട് ബ്ലഡാണ് ശരീരത്തിൽ മൊത്തം ഓക്സിജൻ പാസ് ചെയ്യുന്നത്. അപ്പം കുഞ്ഞിന് ഓക്സിജൻ കിട്ടാതെ വന്നപ്പോൾ അവയവങ്ങളെല്ലാം ബാധിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് NIC കുഞ്ഞ് 10-20 ദിവസം 28 ദിവസം കിടന്നു. ഈ വെൻറ്റിലേറ്റർ കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കൂടെ കിടന്നു. അങ്ങനെ 20 ദിവസം മാതാവിനെ പ്രാർത്ഥിച്ച് കുഞ്ഞിനെ കിട്ടത്തില്ല എന്നൊരവസ്ഥയെന്നാണ് ഇവിടം വരെ വെൻറ്റിലേറ്റർ വരെ മാറ്റിയത്. അത് കഴിഞ്ഞിട്ടും കുഞ്ഞിന് ഓരോ പ്രശ്നങ്ങൾ പറയും. എന്നും ഈ NIC കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ റിവ്യൂവിന് വിളിക്കുമ്പോൾ ഈ മാതാവിൻ്റെ കാശുരൂപം കൈ വെച്ചിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് ഡോക്ടറിൻ്റെ അടുക്കലോട്ട് കയറുന്നത്. കാരണം അവിടെ കുഞ്ഞിൻ്റെ അവസ്ഥ കേട്ട് കഴിയുമ്പോൾ ആകെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, ആ ഒരവസ്ഥ. അപ്പം മാതാവിൻ്റെ കാശുരൂപം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയായിരിക്കുന്നത്. അവിടെ നിന്നാണ് മാതാവ് കുഞ്ഞിനെ ഇങ്ങനെ തന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 9 ദിവസം 28 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിറ്റ് കുറഞ്ഞു. അങ്ങനെ പിന്നെയും പോയി അഡ്മിറ്റായി. എപ്പോഴും മാതാവിനെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കാശുരൂപം തൈലവും എല്ലാം ഉപയോഗിച്ചാണ് കുഞ്ഞ് ഈ പരുവത്തിലെത്തിയത്.
അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഈ ഒരു ബോളേ ഉള്ളായിരുന്നു. ഡോക്ടറിനെ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു സഞ്ചി പോലും ഇല്ല, അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നൊന്ന്. സഞ്ചി പോലും ഇല്ലെന്ന് പറഞ്ഞ് മാതാവിനെ പ്രാർത്ഥിച്ച് എന്ന് ഞാൻ അവിടെ ഇങ്ങനെ തൈലം തൂത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സഞ്ചി പോലും ഇല്ലെന്ന് പറഞ്ഞ ബോൾ തന്നെ ഇറങ്ങി വന്നു. പിന്നെ കുഞ്ഞിന് ഇത്രയും ദിവസം കുഞ്ഞ് വലുതായിട്ട് അനങ്ങോ ആക്റ്റീവോ ഒന്നും അല്ലായിരുന്നു. കരയുന്നത് പോലെ സൗണ്ട് ഇല്ലാതെ ഒരു ഇച്ചിരിയെ കരയത്തുള്ളൂ, ആ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ കുഞ്ഞ് ഈ 10-20 ദിവസം ആക്റ്റീവ് അല്ലാതെ ഇങ്ങനെ കിടന്നതുകൊണ്ട് കൈയും കാലും ഒക്കെ അങ്ങ് സ്റ്റിഫായിപ്പോയി. അപ്പോൾ കൈയും കാലും ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ് മസിലൊക്കെ ഇനി കട്ടിയാവും, അതുകൊണ്ട് എന്നും എക്സസൈസ് ചെയ്യണം. ഞാൻ മാതാവില സകല വിശ്വാസവും കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ തൈലവും തൂത്തിട്ട് എക്സസൈസും ചെയ്യും. അങ്ങനെ കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പമില്ല. കുഞ്ഞിനെ ഈ മാതാവാണ് തന്നത്. മാതാവ് എൻ്റെ കുടുംബത്തിനെ തിരഞ്ഞെടുത്ത ഒരു കുഞ്ഞിലൂടെ ഞങ്ങളിവിടെ എത്തുക ചെയ്തത്. മാതാവിന് 100,000 നന്ദി. സങ്കീർത്തനങ്ങൾ 34 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ആതിര സജി എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന 9-ാം മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ കടന്നുപോയ ഗുരുതരമായ ജീവിത പ്രശ്നങ്ങളെയാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മകളുടെ സാക്ഷ്യം ശരിക്കും നമുക്കൊരു അത്ഭുതമാണ്. മകൾ ആദ്യം ബ്ലീഡിങ്ങോടുകൂടി ആശുപത്രിയിൽ ചെല്ലുന്നു. അവരെല്ലാം പരിശോധിച്ചിട്ട് യാതൊരു കുഴപ്പവുമില്ല, തൽക്കാലം ഒബ്സർവേഷനിൽ തുടരുകയെന്ന് പറയുന്നു. ആ ഒരു ദിവസം ഒബ്സർവേഷനിൽ തുടർന്നതുകൊണ്ട് മാത്രം അന്ന് സന്ധ്യക്കുണ്ടായ ഹെവി ബ്ലീഡിങ്ങിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് കുഞ്ഞിനെ പുറത്തെടുക്കുവാൻ അവർക്ക് സാധിക്കുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് കുഞ്ഞിനെ പുറത്തെടുത്തുവെങ്കിലും അത് നേരെ വെന്റിലേറ്ററിലേക്ക് പോകുന്നു. ജീവൻ തിരികെ കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് വീട്ടുകാരെ അറിയിക്കുന്നത്. കുഞ്ഞിനെ തിരികെ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത മണിക്കൂറുകൾ. ആ നിമിഷങ്ങളിലൊക്കെയും മകൾക്ക് ചുറ്റും വരുന്നത് കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത വ്യക്തികളുടെ സാന്നിധ്യമാണ്. ഓരോരുത്തരും വന്ന് മകളോട് പറയുന്നു, മകളെ, കൃപാസനത്തിൻ്റെ അമ്മ കുഞ്ഞിനെ ജീവനോടെ തരും, കൃപാസനത്തിൻ്റെ അമ്മ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തരും, കൃപാസനത്തിൻ്റെ അമ്മ എല്ലാ രോഗക്ലേശങ്ങളിൽ നിന്നും പൂർണ്ണമായി കുഞ്ഞിനെ മോചിപ്പിക്കുമെന്ന്. അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് ഈ മകൾ കേട്ട് തുടങ്ങുന്നതും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങുന്നതും. മകൾ പറയുന്നുണ്ട്, എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു ആൻറ്റിയെ വിളിച്ച്, എനിക്കറിയാവുന്നൊരു ചേച്ചിയെ വിളിച്ച് കുഞ്ഞിന് വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അടുത്ത ദിവസം ഉടമ്പടി പുതുക്കാൻ പോകുന്നെന്ന് പറയുന്നു. ഉടമ്പടിയിൽ വന്ന അവരുടെ പ്രധാന നിയോഗമായി കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി എഴുതിയിടുന്നു. അതേ ദിവസം തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിലേറെ ഡോക്ടർമാർ പരിശ്രമിച്ചിട്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാതിരുന്നത്. എന്നാണോ ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ അത് എഴുതിയിടുക, ആ ദിവസം വെന്റിലേറ്ററിൽ നിന്നും കുഞ്ഞിനെ മാറ്റുവാൻ സഹായിക്കുന്നു. ഇവിടുന്ന് കിട്ടിയ കാശുരൂപം ആ സഹോദരി കൊണ്ടുചെന്ന് മോളെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കുഞ്ഞിൻ്റെ കിടക്കുന്നതിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുത്തേക്കുക, ഇത് വലിയ സംരക്ഷണമാണ്. ഓരോ ദിവസവും പിന്നീട് കുഞ്ഞിന് ആരോഗ്യത്തിൻ്റെ വളർച്ചയായിരുന്നു, ജീവിതത്തിൻ്റെ മാറ്റങ്ങളായിരുന്നു. കുഞ്ഞ് പതിയെ പതിയെ ആരോഗ്യം പ്രാപിച്ച് വരുന്നതാണ് കുടുംബം കണ്ടുകൊണ്ടിരുന്നത്. മകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എല്ലാം അമ്മ മാതാവ് എത്തിച്ചു തന്നു. അവിടെ വന്ന് ഓരോരുത്തരിലൂടെ ഉടമ്പടി തൈലമെത്തി, ഉടമ്പടി ഉപ്പെത്തി, ഉടമ്പടി തേനെത്തി, ഓരോന്നും അവിടെ എത്തിക്കൊണ്ടിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് കുഞ്ഞിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ അവൾ ആവർത്തിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് ഇന്ന് ജീവനോടുകൂടി ആരോഗ്യത്തോടുകൂടി എൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ, എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം, ഏക കാരണം എൻ്റെ അമ്മ മാതാവിൻ്റെ നിരന്തരമായ സഹായവും സംരക്ഷണവും ഒന്ന് മാത്രമെന്ന്. വലിയ അപകടത്തിൽ നിന്ന്, മരണകരമായ രോഗാവസ്ഥയിൽ നിന്ന്, ഒരുപക്ഷെ രണ്ടുപേരുടെയും ജീവിതത്തിന് സംഭവിക്കാമായിരുന്ന വലിയ ആപത്തിൽ നിന്ന് പരിശുദ്ധ കൃപാസന മാതാവ് കുഞ്ഞിനെ ആരോഗ്യത്തോടെ സംരക്ഷിച്ചത്,
കുഞ്ഞിനുണ്ടായിരുന്ന ശാരീരികമായ മറ്റെല്ലാ കുറവുകളെയും പൂർണ്ണമായി നീക്കിക്കൊടുത്തത്. അസാധ്യമെന്ന് മറ്റെല്ലാവർക്കും തോന്നിയത്, ഭാരപ്പെട്ട എല്ലാവരും കണ്ടത് വളരെ നിസ്സാരമായി അമ്മ മാതാവ് ഈ കുടുംബത്തിന് വലിയ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി നൽകിയതിനെയാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, കണ്ണീരോടെ അമ്മയുടെ അരികിലേക്ക് കൊടുക്കുന്ന ഒരു നിയോഗവും അമ്മ പാഴായി കാണില്ല. ആശ്രയിച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയും അത് നമുക്ക് വിഫലമായി പോവില്ല. അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം ത്യാഗത്തോടെ ജീവിക്കുന്ന ആ നന്മകളൊന്നിനും പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. അതുകൊണ്ട് കൂടുതൽ ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ കുഞ്ഞും ഓരോ അമ്മയും അത് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ കൂടുതൽ ആരോഗ്യത്തിൽ വളരുവാനായിട്ട് ദൈവപിതാവ് സഹായിക്കട്ടെ. ഈ കുഞ്ഞിന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തിന്, ആരോഗ്യത്തിന്, ഈ മകൾക്ക് ലഭിച്ച പ്രസവത്തിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ തന്നരുളിയ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാലും എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് സിജി ബെന്നി. ഞങ്ങൾ പെരുമ്പാവൂർ ഐമുറി തിരുഹൃദയ ദേവാലയത്തിൽ ഇടവകങ്ങളാണ്. എൻ്റെ മകൻ 2.5 വർഷമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞ് 2.5 വർഷത്തോളം പുറത്തേക്ക് പോകാനായിട്ട് ഒത്തിരി ശ്രമിച്ചു. പക്ഷെ ഒന്നും തന്നെ നടന്നില്ല. അത് മാതാവിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം പിന്നെയും അതിന് കുറേ താമസം വന്നു. അത് കഴിഞ്ഞ് മകനെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിച്ച് ഉടനെ തന്നെ മാതാവ് അതിനുള്ളൊരു അനുഗ്രഹം എൻ്റെ മകന് നൽകി. ഞാനത് മകന് കൊടുക്കുകയാണ്. മകൻ പറയും അതിൻ്റെ കാര്യം. എൻ്റെ പേര് ബെന്നി തോമസ്. ഞാൻ ഐമുറി തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് വരുന്ന. ഞാനിപ്പോൾ MBA കണ്ടിന്യൂ ചെയ്യാണ്. അതേപോലെ ഞാൻ 2022 BCom കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അതുവഴി ഞാൻ ജർമ്മനിക്ക് ഫസ്റ്റ് ടൈം നോക്കി. ജർമ്മനിക്ക് പറഞ്ഞ പോലെ MBA ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. ഏകദേശം 3 മാസത്തോളം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അത് കഴിഞ്ഞ് ജർമ്മൻ എക്സാം എഴുതി. അപ്പോൾ എക്സാം എഴുതി കുറച്ച് ഡിലേ വന്നു എക്സാം എഴുതിയതിൻ്റെ കാരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സാം റിസൾട്ട് വന്ന് പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 5 ദിവസം ഡിലേ വന്നു. അത് ആദ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ പക്ഷേ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ മെയിൽ വന്നു, അത് റിജക്ഷനായി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏജൻറ്റ് തന്നെ പറഞ്ഞു, നമുക്ക് ഇവരുടെ ക്യാമ്പസ് ഫ്രാൻസിലുണ്ട്, അവിടേക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല, സെയിം ക്യാമ്പസ് തന്നെയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല, പേപ്പർ വർക്കൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഫ്രാൻസിന് അപ്ലൈ ചെയ്തു. ഫ്രാൻസിന് അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്ററും കാര്യങ്ങളെല്ലാം വന്നു, വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഫ്രാൻസിന് ഇപ്പം നമുക്ക് നിയമം മാറ്റി IELTS അല്ലെങ്കിൽ ഡുവലിംഗ് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ IELTS എക്സാം എഴുതി. അതിന് 3 മാസത്തോളം അതും പഠിച്ചു. എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓവറോൾ 6 ആണ് വേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് 0.5 കുറഞ്ഞു പോയി. 2 സബ്ജക്റ്റിന് 6ഉം 1 സബ്ജക്റ്റിന് 5ഉം 1 സബ്ജക്റ്റിന് 5.5 ആയി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഞാൻ അവർ തന്നെ പറഞ്ഞു ഡുവലിംഗ് എക്സാം എഴുതിയാൽ മതി, 90 ഓവറോൾ മതി, 160ലാണ് 90 ഓവറോൾ മതി, അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ 1 മന്ത് അത് പഠിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ എക്സാം എഴുതി 4 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. കാരണം അത് വിൻഡോ ഓപ്പൺ ആവണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഫേസ് അനങ്ങാൻ പാടില്ല, അങ്ങനെ കുറേ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ 4 പ്രാവശ്യം അത് അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ല. പിന്നെയും 3 പ്രാവശ്യം അറ്റൻഡ് ചെയ്തു, അതും കിട്ടിയില്ല. ലാസ്റ്റ് 8ാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് കിട്ടി. എനിക്ക് ഓവറോൾ 120 കിട്ടി. അതിനും ആ ഒരു ടൈം പീരീഡ് ഒരു ഏകദേശം 1 മന്ത് 1.5 മന്ത് എടുത്തു. അപ്പോഴും ഈ പറഞ്ഞ വിസയ്ക്ക് ഫ്രാൻസിൻ്റെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞ് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞു. ഞാൻ സബ്മിറ്റ് ചെയ്തു, അത് റിജക്ഷനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എംബസിയിൽ ഈ പറഞ്ഞ പോലെ പിന്നെ മെയിൽ അയച്ച് അവർ ഈ പറഞ്ഞ പോലെ പിന്നെ റീസബ്മിറ്റ് ചെയ്യാനുള്ള മെയിൽ വന്നു. അപ്പോൾ റീസബ്മിറ്റ് ചെയ്യാനുള്ള മെയിൽ വന്ന് റീസബ്മിറ്റ് ചെയ്യണതിൻ്റെ തലേ ദിവസം അവിടെ എന്തോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വന്നു, ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ വന്നു. ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസത്തെ അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ക്യാൻസലായി.
പിന്നെ ഞാൻ അതിൻ്റെ ഭയങ്കര നിരാശയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി തന്നെ ബാംഗ്ലൂർ ഈ പാത്ത് വേ പ്രോഗ്രാം, മീൻസ് ഫ്രാൻസിൻ്റെ തന്നെ പാത്ത് വേ പ്രോഗ്രാം ഉണ്ട്. നമുക്ക് 6 മന്ത് ബാംഗ്ലൂരും അത് കഴിഞ്ഞ് 1 ഇയർ ഫ്രാൻസിലും കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫ്രാൻസിന് അപ്ലൈ ചെയ്തായിരുന്നു. അതിൻ്റെ ഫണ്ടെല്ലാം റീഫണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ ബാംഗ്ലൂർക്ക് കയറി. ബാംഗ്ലൂർ ചെന്ന് ഈ പറഞ്ഞ പോലെ അവിടെ 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ പഠിക്കാനൊന്നുമില്ല. അപ്പം അങ്ങനെ വന്ന് അവരോട് ഞാൻ ചോദിച്ചു, ഇതിൻ്റെ പഠിക്കാനുണ്ടോ, അതോ ഇവിടെ നിന്ന് പഠിക്കണോ, അതോ അവിടെ ചെന്നാണ് പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ചെന്നാണ് പഠിക്കണം, നിങ്ങൾ ജസ്റ്റ് 6 മന്ത് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഇവിടെ അറിയാനാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴും ഒരു അപ്ഡേഷനും ഇല്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇതിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കൂലെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ, അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെയും ഒരു 4 മാസം കഴിഞ്ഞപ്പോഴൊന്നും ആവാത്തതിനോട് ഞങ്ങളെല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തു. കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ ഇതായിട്ട് അവർ തന്നെ പറഞ്ഞു, ഇത് നടക്കൂല, ഫ്രാൻസിന് പോലെ നടക്കൂല, അപ്പോൾ നിങ്ങളുടെ ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫണ്ടൊക്കെ റീഫണ്ട് ചെയ്തു. പിന്നെ അങ്ങനെ മൊത്തം നിരാശയിലിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഏജൻറ്റ് നമ്പർ തന്നു. അവിടെ തന്നെയുള്ളതാണ്. അപ്പോൾ ആൾ ഇവിടെ കലൂർ ഏജൻസി നടത്തുകയാണ്. അപ്പോൾ ആളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 2 പ്രാവശ്യം റിജക്ഷൻ വന്നു. മൊത്തത്തിൽ ഇതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ തന്നെ പറഞ്ഞു, ഒരു യൂറോപ്യൻ കൺട്രി ഉണ്ട്, സ്ലോവേനിയ എന്ന് പറയും. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നീ ജർമ്മനിക്കും ഫ്രാൻസിനും അപ്ലൈ ചെയ്ത് അത്രയും ഫണ്ട് വന്നില്ല, മൊത്തത്തിൽ കുറവാണ്, പിന്നെ ലിവിങ് കോസ്റ്റും കുറവാണ്, എല്ലാത്തും കൊണ്ട് നിനക്ക് പറ്റാവുന്ന ഒരു ഓപ്ഷനാണ്, നീ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ 2023 ലാസ്റ്റ് ഡിസംബറിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 2024 ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പോയി മാതാവിൻ്റെ അനുഗ്രഹത്തിൽ. അത് കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് വന്നു, ഓഗസ്റ്റ് 5-ന് വിസ സബ്മിഷൻ വന്നു, ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറി, അത് കുഴപ്പമില്ല, അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ പറഞ്ഞു ഒരു 3 മാസം ടൈം എടുക്കും ഇതിൻ്റെ റിസൾട്ട് വരാനെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 5 കഴിഞ്ഞു, സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, ഒരു അപ്ഡേഷനും ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വരുമെന്നാണ് പറഞ്ഞത്. അവരും ഓൾറെഡി ആദ്യം പറഞ്ഞായിരുന്നു ഒരു 6 മാസത്തെ ഡിലേ ഉണ്ടെന്ന്. പക്ഷേ ഇത് 6 മാസം കഴിഞ്ഞു, അതിന് മുകളിലായി. ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിൽ വന്നു. മമ്മിയോട് ചോദിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. മമ്മി എന്നെ പറഞ്ഞു, മമ്മിയോട് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, നല്ല കാര്യങ്ങൾ നടക്കാൻ സമയമെടുക്കും, കുഴപ്പമില്ല, നീ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, നീ ഒരു ഉടമ്പടി എടുക്കുക, മാതാവിൻ്റെ അടുത്ത് പോയി ഒന്ന് ഉടമ്പടി എടുക്കുക. അപ്പം മമ്മി 23-ന് ഉടമ്പടി എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തു എല്ലാ കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അതേപോലെ എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ ഓരോ പ്രത്യക്ഷീകരണ, മാതാവ് ഓരോ രാജ്യത്ത് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓരോ വീഡിയോ കാണും. അതേപോലെ ഓരോ വിശുദ്ധന്മാരുടെയും വീഡിയോ കാണും. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രം എല്ലാവർക്കും കൊടുത്തു, എല്ലാ മാസം വന്ന് പത്രം കൊടുത്തു. അതേപോലെ തന്നെ രോഗികളെ പോയി കണ്ടു, ഭക്ഷണം കൊടുത്തു, കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എനിക്ക് പറ്റാവുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്ന് കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പിന്നെ പറഞ്ഞാൽ ബാംഗ്ലൂർക്ക് പോകും. അവിടെ ഞാൻ ചെറിയൊരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ പോലും ഞാനിപ്പോൾ എങ്ങനെ ട്രെയിനിലാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിനാണെങ്കിൽ പോലും രാത്രിയാകുമ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ചൊല്ലും. അതിന് ഇതുവരെ മുടക്കം മുടക്കിയില്ല. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസംബർ ഏകദേശം നവംബറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും കുറേ പിള്ളേർക്ക് അപ്ഡേഷൻ കാര്യങ്ങൾ വന്നു. ഇങ്ങനെ കൺഫർമേഷൻ മെയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും പ്രതീക്ഷിച്ചു. പിന്നെ ഡിസംബർ 20-ാം തീയതി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജസ്റ്റ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു, ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, കാര്യം പോസിറ്റീവാണ്, നീ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അതിൻ്റെ മെയിൽ വന്നു. ജനുവരി 18-ാം തീയതി കളക്ഷൻ ഡേറ്റ് വന്നു. ഞാൻ ജനുവരി 18-ാം തീയതി ഡൽഹി പോയി TRP കാർഡ് വാങ്ങിച്ചു. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഏകദേശം 2.5-3 വർഷത്തിൻ്റെ അടുത്ത് ഞാൻ ഇതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഞായറാഴ്ചകൾ മാത്രമേ പള്ളിയിൽ പോകുന്നുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും. അച്ഛൻ്റെ പരിപാടി കാണും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും, അതേപോലെ തന്നെ ചൊവ്വാഴ്ചയുള്ള ഉടമ്പടി ധ്യാനം കാണും. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഭയങ്കര ദൈവാനുഗ്രഹത്താൽ ഭയങ്കര വ്യത്യാസം വന്നു. ഈ അനുഗ്രഹം എനിക്ക് പറയണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പറഞ്ഞു നീ പോരെ, നീ പറഞ്ഞോ. മമ്മിക്കും അതേപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതുവഴി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫെബ്രുവരി 1-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്തേക്കാണ്. ഫെബ്രുവരി 1-ാം തീയതി പോവും.
മകൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഞാനിവിടെ വെറുതെ ജസ്റ്റ് മാതാവിനെക്കുറിച്ച് കേട്ടപ്പോൾ വന്ന് പ്രാർത്ഥിച്ചു പോവാം. ഉടമ്പടിയൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, അപ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരിതിലാണ് ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ച് പോവാറായപ്പോഴത്തേനും എനിക്ക് മനസ്സിന് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. എന്തോ എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും പറ്റുമായിരിക്കും, എന്നാൽ ഞാനും വന്നൊന്നും എടുക്കാം, ഇന്ന് എന്തായാലും എനിക്ക് പറ്റില്ല മാതാവേ, ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ മനസ്സിന് അങ്ങനെ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാൻ പിന്നെ ഒട്ടും വൈകിയില്ല, ഉടനെ തന്നെ 2023 ഞാൻ ഏപ്രിൽ മാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഇവൻ ഫ്രാൻസിന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അന്ന് ക്ലാസ്സൊക്കെ കേട്ട് ഞാൻ ഉടമ്പടിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെച്ച കൂട്ടത്തിൽ ഇവൻ്റെയും കൂടെ വെച്ചായിരുന്നു. അതായിരുന്നു മനസ്സിൽ, മോൻ പോകണം എന്നുള്ള ഒരിത് തന്നെയായിരുന്നു മനസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലാ മാസവും, ഒരു മാസം പോലും ഞാൻ ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാ മാസവും ഞാനിവിടെ അമ്മയുടെ അടുത്ത് വരും, പത്രം വാങ്ങിക്കൊണ്ടുപോകും, എല്ലായിടത്തും വിതരണം ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും ഇങ്ങനെ താമസം വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിങ്ങനെ പിന്നെ എനിക്ക് ഇങ്ങനെ അച്ഛൻ്റെ ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ മനസ്സ് തന്നെ പറയുകയാണ്, മാതാവ് എന്തെങ്കിലും കാര്യത്തിന് താമസം വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കും, ഉറപ്പായിട്ടും അതൊരു നല്ല കാര്യത്തിനായിരിക്കും. മോൻ എപ്പോഴും സങ്കടം പറയുമ്പോൾ ഞാൻ പറയും, മോൻ നോക്കിക്കോ, ഉറപ്പായിട്ടും മോന് നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണ് മാതാവ് ഇതിനെ വൈകിക്കണേ, ഉറപ്പിച്ച് മോൻ അത് വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവനും ഭയങ്കര ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി. അവനും അതിൽ തന്നെ മാതാവിൻ്റെ ആ ഒരിതിൽ തന്നെ അവൻ വിചാരിച്ചിരുന്നു കിട്ടും, മാതാവ് തരും, നല്ലൊരിത് തരും. അതുപോലെ തന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നല്ലൊരു അനുഗ്രഹമാണ് ഇപ്പോൾ എൻ്റെ മകന് കിട്ടിയിരിക്കുന്നത്. കാരണം TRP കാർഡ് എന്ന് പറഞ്ഞ വിസയല്ല, TRP കാർഡ് എന്ന് പറഞ്ഞ കാർഡാണ് അടിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് ഉടനെ തന്നെ പഠിക്കാനും ഒപ്പം തന്നെ ജോലി ചെയ്യാനുള്ള ഒരു ഇതും കൂടെയാണ് ആ കാർഡ് വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ മോൻ പോകാൻ വേണ്ടിയിട്ടൊരു 2.5 വർഷം മുമ്പ് ഞാനൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രാവശ്യം പോകാൻ പറ്റാത്ത കാരണം ഞാനൊരു 7 രൂപയോളം അത് തിരിച്ചടച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവൻ പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ആ ലോൺ തന്നെ ഞാനത് 8 ലക്ഷം രൂപയായിട്ട് എടുത്തു. എൻ്റെ സഹോദരൻ അത് ഒരു 6 മാസം മുമ്പ് സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ പൈസ വന്നപ്പോൾ ആ 8 ലക്ഷം രൂപയും അവൻ കടം തീർത്തു. ഇപ്പം എനിക്ക് ആ ലോണിൻ്റെ ഒരു ബാധ്യതയില്ല. എൻ്റെ ആങ്ങളയ്ക്ക് കൊടുത്താൽ മതി, അത് എപ്പോഴാണ് നിൻ്റെ കയ്യിലുള്ളപ്പോൾ തന്നാൽ മതി എന്നാണ് പറയുന്നത്. 10,000 രൂപ വീതം മാസം ഞാൻ പലിശ അടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 1.5 വർഷത്തോളം ഞാൻ പലിശ 10,000 രൂപ വീതം എല്ലാ മാസവും അടയ്ക്കുമായിരുന്നു. അതും ഈ പറയും പോലെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം പലിശയും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ കയ്യിലുള്ള സമയത്ത് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എനിക്ക് കിട്ടിയ മറ്റൊരു അനുഗ്രഹം, ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു വലിയ മരം നിൽക്കുന്നുണ്ടായിരുന്നു. ആ മരം ഈ വേരൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട് എപ്പോഴോ മറയാൻ പാകത്തിനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അത് മറഞ്ഞാൽ ഒന്നുകിൽ റോട്ടിലേക്ക് മറഞ്ഞാൽ അവിടെയുള്ള ലൈൻ കമ്പിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോവും. ഇപ്പുറത്തേക്ക് മറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് മറിയും. അത് ഞാനിവിടുന്ന് ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ചുറ്റും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞില്ല. അതിനു മുമ്പ് കുറേ പേരോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു അതൊന്ന് നോക്കാം. പക്ഷെ വന്നവരാരും ഒരു വിലയും കണ്ടില്ല. അത് വേണ്ട, അത് ഉള്ളു കേടായിരിക്കും, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോവുമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വന്ന് മരം കൊടുക്കണ്ടോ എന്നും ചോദിച്ച് ഞങ്ങളപ്പോൾ തന്നെ നല്ല വിലയും കിട്ടി. ഞാനത് അങ്ങനെ അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് അത് കാണുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ പോവാറുണ്ട്, രോഗികളെ കാണാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോകാറുണ്ട്. അതുപോലെ രോഗികൾക്ക് പൈസ കൊടുത്ത് അവർക്ക് മരുന്ന് മേടിക്കാനും മറ്റുള്ള ഇതിനൊക്കെ ആവശ്യത്തിനായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ച്, ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളിൽ, ബസ് സ്റ്റാൻഡിൽ, അതുപോലെ ഹോസ്പിറ്റലുകളിൽ എല്ലായിടത്തും കൊണ്ടുപോയി ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. അത് എൻ്റെ മോനും ഉടമ്പടി എടുത്തതിന് ശേഷം അവനും എൻ്റെ കൂടെ വരും ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. അവൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പോകും. മോനാണെങ്കിലും പത്രം മേടിച്ച് അവിടെയുള്ള എല്ലാ സ്ഥലത്തും ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കൊടുക്കാൻ പറ്റുന്നത് എത്രയും മാക്സിമം അവൻ കൊടുത്തു തീർത്തിട്ടേ അവൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോകാറുള്ളൂ. ഇപ്പം എൻ്റെ മോൻ്റെ വിശ്വാസം വർദ്ധിച്ചു എന്ന് അവൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പള്ളി പോയിക്കൊണ്ടിരുന്ന മകനായിരുന്നു. ബൈബിൾ വായിക്കാനോ അതിനൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം അവൻ
ബൈബിൾ വായിക്കാനും അവന് താല്പര്യമാണ്. അച്ഛൻ്റെ പരിപാടിയൊക്കെ ഞാൻ വെക്കണ വഴി അവൻ എൻ്റെ കൂടെ വന്നിരുന്ന് കാണും. അല്ലെങ്കിൽ ആ പരിസരത്തേക്ക് പോലും വരാറില്ലാത്ത മകനാണ്. ഇപ്പോൾ മകനിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം. നിയമാവർത്തന പുസ്തകം 32:11 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. അന്യദേവന്മാരാരും അവനോടൊത്തുണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ നയിക്കുന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നയിക്കുന്ന ദൈവ ചൈതന്യം എങ്ങനെ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് അത് അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ പ്രവഹിക്കുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. ആദ്യമേ അമ്മ ഉടമ്പടി എടുത്തു. മകൻ ആദ്യം ജർമ്മനിയിൽ പോകാൻ നോക്കി, പിന്നീട് ഫ്രാൻസായി. അങ്ങനെ 2 രാജ്യങ്ങളിലും തനിക്ക് പോകാൻ സാധിക്കാതെ വരുമ്പോൾ 2.5 വർഷത്തോളമായി ഈ യുവാവ് ആകെ നിരാശനായിട്ട് താനിരിക്കുമ്പോഴാണ് ഇനി തനിക്കൊന്നുമില്ല, എല്ലായിടത്തും വിസ റിജക്ഷൻ, തനിക്ക് പോകാൻ സാധിക്കുന്നില്ല, അടച്ച പൈസയൊക്കെ തിരിച്ചു കിട്ടിയെന്നാണ് പറയുക. അങ്ങനെ ഇനി എല്ലാ വാതിലുകളും അടഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മകൻ തന്നെ പിന്നീട് ഉടമ്പടി എടുക്കാനിടയാവുകയും അങ്ങനെ തനിക്ക് ഇപ്പോൾ മറ്റൊരു രാജ്യത്തിലേക്കാണ് ദൈവത്തിൻ്റെ പദ്ധതി ഈ മകനെ നയിച്ചത്. അത് ഏറ്റവും നല്ലതിന് എന്നുള്ളത് ഇപ്പോൾ തനിക്ക് ബോധ്യമായി എന്ന് അമ്മയും മകനും ഒരുമിച്ച് പറയുകയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ ഇന്ന് എത്രമാത്രം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനിടയായി, ഈ ഒരു അവസ്ഥകൾ തന്നെ എത്രമാത്രമാണ് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും അത് സ്വന്തം അനുഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കാനുമൊക്കെ തനിക്ക് കഴിഞ്ഞത്. അങ്ങനെ അതുപോലെ മറ്റ് തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അതുപോലെ കടബാധ്യതകളിൽ നിന്നൊക്കെ എങ്ങനെ കുറച്ചെങ്കിലുമൊക്കെ ഒരു പലിശ കൊടുക്കേണ്ടാത്ത രീതിയിലൊക്കെ തനിക്കിന്ന് എങ്ങനെ പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ദൈവം തങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനുഭവം ഈ അമ്മയും മകനും പങ്കുവയ്ക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതിനൊക്കെയായിട്ട് ഈ മക്കൾ എടുക്കുന്ന സമയം, അതിൻ്റെ എന്തുമാത്രമാണ് അതിൻ്റെ പ്രാധാന്യമെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അത്രയേറെ ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്, സാധ്യമാക്കി തരുന്നതെന്ന് ഒന്നുകൂടി ഉറക്കെ പ്രഘോഷിക്കുകയാണ് ഈ കുടുംബം. നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ടീന. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പുറത്തോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു 6 വട്ടം OET എക്സാം എഴുതി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മെറിറ്റിൽ എനിക്ക് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ 6ാമത്തെ വട്ടവും പാസ്സാവാതിരുന്നപ്പം എനിക്ക് മനസ്സിലായി അത് എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ അങ്ങനെ ഒന്നും കേൾക്കുകയോ അങ്ങനെ അച്ഛൻ്റെ ധ്യാനമോ ഒന്നും അങ്ങനെ ഒന്നും കേൾക്കുകയോ സാക്ഷ്യമൊന്നും കേൾക്കാറില്ല. പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറഞ്ഞ് അമ്മയെക്കൊണ്ട് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുപ്പിച്ച് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ പോയി. അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് ഈ 6ാമത്തെ എക്സാമും പാസ്സാവാതിരുന്നപ്പം ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ അന്ന് രാത്രി ഒരുപാട് കരഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. രാത്രി ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ് അമ്മ മാതാവ് അടുത്ത് വന്നിട്ട് അമ്മ സ്വർഗസ്ഥനായ ചൊല്ലുകയാണ്. അമ്മയുടെ കൂടെ ഞാനും ഏറ്റു ചൊല്ലുകയാണ്. അമ്മ ചൊല്ലി കഴിഞ്ഞിട്ട് അമ്മയുടെ 2 വിരലിങ്ങനെ നീട്ടി തന്നിട്ട് ഞാൻ അമ്മയുടെ 2 വിരലിങ്ങനെ ഉമ്മ വെച്ചു. അത് കഴിഞ്ഞ് അമ്മ അങ്ങ് പോയി. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വരണം, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു സന്ദേശമായിരിക്കും അമ്മ എനിക്ക് തരുന്നതെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അന്നേരം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് 3 പിള്ളേരുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിലെ കാര്യം, ഈ പിള്ളേരുടെ കാര്യം, ഇതെല്ലാം കൂടെ ആകുമ്പം അച്ഛൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു പ്രേരണയുണ്ടായി. ഞാനങ്ങനെ ഉടമ്പടി ടോക്കൺ എടുത്ത് ഞാൻ അവിടെ നിന്നപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ കുർബാനയുണ്ട്, അപ്പം മോൾ കുർബാനയ്ക്ക് കയറിക്കോ. ഞാൻ ഇങ്ങനെ ആൾത്താരയിൽ വിട്ടത് വന്നപ്പം
ഭയങ്കരമായിട്ടൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം, അതിങ്ങനെ എനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റി. ഞാനങ്ങനെ കുർബാന കണ്ടു കഴിഞ്ഞ് ക്ലാസ് കൂടി തൈലവും എല്ലാം എനിക്ക് കാശുരൂപവും ഉടമ്പടി കാശുരൂപവും എല്ലാം ആയിട്ട് ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് പിന്നെ അമ്മയുടെ ആ സുഗന്ധം എനിക്ക് കിട്ടി. ഞാനങ്ങനെ വീട്ടിൽ ചെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഈ കഴിഞ്ഞ 6 എക്സാം എഴുതിയ സമയത്തും ഭയങ്കര ടെൻഷനായിരുന്നു. കൈ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു എക്സാം എഴുതുമ്പോൾ. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതി. പക്ഷേ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയപ്പോൾ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലം പൂശിയും പിന്നെ എൻ്റെ ഉപ്പും ഞാൻ എടുത്തിരുന്നു കയ്യിൽ. എക്സാം ഹാളിൽ കയറി ആ പേപ്പറിൽ ഞാൻ കുരിശടയാളം വരച്ചു അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതി. ആ എക്സാം എഴുതി അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ ജാനുവരിയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു. പിന്നെ പെട്ടെന്നായിരുന്നു എൻ്റെ എല്ലാം. എന്നെക്കാട്ടിലും മുമ്പേ എക്സാം എഴുതി പാസ്സായവർ പോലും പിന്നീടായിരുന്നു എനിക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാണ് അവരുടെ എല്ലാം വന്നത്. ഇപ്പോൾ ഈ ജാനുവരി ആയപ്പോൾ എനിക്ക് എൻ്റെ വിസ വന്നു. ഞാൻ 6-ാം തീയതി പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ ഓസ്കി എക്സാം ഉണ്ട്. പക്ഷേ എനിക്ക് പേടിയില്ല, ടെൻഷനില്ല. എൻ്റെ അമ്മ മാതാവ് കൂടെ വരും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും യാത്ര ചെയ്ത് വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന വരുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ എനിക്ക് ആ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പം തന്നെ എനിക്ക് ആ തലവേദന വിട്ടുമാറി. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു മുഴയുണ്ടായിരുന്നു. മുഴ സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ആദ്യമേ സ്കാൻ ചെയ്തപ്പോൾ അത് ഒരു 7 സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ട്. അപ്പം അത് ചിലപ്പോൾ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ തന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലണ സമയത്ത് തൈലം കുരിശടയാളം വരച്ച് ഞാൻ മുഴയുടെ അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 3-ാമത്തെ ഉടമ്പടി പുതുക്കാറായി. 3-ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ മുഴ പെട്ടെന്ന് മാറി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അങ്ങനെ ഒരു മുഴ അവിടെ ഉള്ളതായിട്ട് പോലും അറിയാത്ത രീതിയിൽ അതവിടെ മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഞാൻ ഓരോ സഹായം ചെയ്തു കൊടുക്കുകയും അവർക്ക് ഓരോ ഹെൽപ്പ് ചെയ്യുകയും പിന്നെ തൈലം പുരട്ടി അവർക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കും. ഓരോ റൂമിലും പോയി ഞാൻ പത്രം കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരുമായിട്ട് പങ്കുവെക്കുമായിരുന്നു. ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഞാൻ പോയി ഞാൻ റോഡിൽ കാണുന്ന എല്ലാവർക്കും ഞാൻ ആ പത്രം കൊടുത്ത് എൻ്റെ ചിലപ്പോൾ ബസ്സിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അടുത്തിരിക്കുന്ന അവരുടെ അടുത്തും ഞാൻ മാതാവിനെ പറ്റി സംസാരിക്കുകയും എനിക്ക് കിട്ടിയ അനുഭവം പറയുകയും ഞാൻ ആ പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടി തൈലവും കാശുരൂപവും ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എല്ലാം ഉപ്പും എല്ലാം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കും പ്രാർത്ഥിക്കുന്ന സമയത്തും. പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു. 1/2 മണിക്കൂർ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലണ സമയത്ത് ബൈബിളും വായിക്കുമായിരുന്നു. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ടീന സിവിയർ എന്ന ഈ മകൾ OET പരീക്ഷ 6 തവണ തോറ്റതിന് ശേഷമാണ് പരിശുദ്ധമ്മയുടെ തിരുസന്നിധിയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചു തുടങ്ങുക. മകൾ പറയുന്നുണ്ട്, ഏറെ ക്ലേശത്തോടു കൂടിയാണ് എല്ലാ പരീക്ഷകളും എഴുതിയതെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം നല്ല പ്രത്യാശയോടെ വളരെ വേഗതയിലും എളുപ്പത്തിലും 7ാമത്തെ തവണ OET എഴുതി വിജയിക്കുവാനും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കി ന്യൂസിലൻഡിൽ പോകുവാനുള്ള വിസ മകൾക്ക് ലഭിച്ച നന്മയെക്കുറിച്ച് അതാണ് മകളുടെ പ്രധാന സാക്ഷ്യമായി സൂചിപ്പിക്കുന്നത്. കൈക്കുള്ളിൽ അതുപോലെ തന്നെ വന്നിരുന്ന ഒരു വലിയ മുഴ, അത് ഉടമ്പടി തൈലം മാത്രം പൂശി കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് താനെ ഇല്ലാതാവുകയും യാതൊരു പ്രയാസവുമില്ലാതെ സൗഖ്യം ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മയുടെ സന്നിധിയിൽ ഒരു മകൾക്കെടുത്ത സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് വരെ പരാജയം കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് കൊണ്ടും പരീക്ഷ വിജയിക്കാത്തതിൻ്റെ മനക്ലേശം കൊണ്ടും ഏറെ സങ്കടം അനുഭവിച്ചിരുന്ന മകൾക്ക്
അമ്മ മാതാവ് വളരെ വേഗത്തിൽ വളരെ നന്നായി വിജയിക്കുവാനും വിദേശത്ത് പോകുവാനും എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുത്തതിൻ്റെ സന്തോഷം മകൾ പങ്കുവയ്ക്കുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെയും അനുഭവത്തെയും നന്ദിയോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് സവിത. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ രാജക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്. ഞാൻ എൻ്റെ എൻക്ലക്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ ഇംഗ്ലീഷ് എക്സാമിൽ ഫെയിലായപ്പോഴാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കാനും ഇടയായത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എക്സാം പാസ്സായി. അതിനുശേഷം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം എനിക്ക് എൻക്ലക്സ്, PT, ഓസ്കി അങ്ങനെ 3 എക്സാം പാസ്സാവണമായിരുന്നു. അപ്പം ഓസ്കി എക്സാം ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ ഓസ്കി എക്സാമിന് മുമ്പായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം 3 വർഷമായിട്ട് എനിക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ പല ഡോക്ടർമാരോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവർ കാര്യമായ ടെസ്റ്റുകളൊന്നും ചെയ്തിരുന്നില്ലായിരുന്നു. അപ്പോഴും ഞാൻ ഓൺലൈൻ ഉടമ്പടി തന്നെയായിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയുടെ സമയത്ത് ഞാനിങ്ങനെ ഹെൽത്ത് സെൻറ്ററിൽ ഒരിക്കൽ പോലും അവിടുത്തെ ഹെൽത്ത് സെൻറ്ററിൽ ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കുകയും അപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓവറിയിൽ ഒരു മാസ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തു. അത് കഴിഞ്ഞ് ജനുവരി മാസം 2022 ജനുവരിയിൽ ഞാൻ കേരളത്തിൽ ഇവിടെ എത്തി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്, ഈ ഒരു അവസ്ഥയിൽ ഓസ്ട്രേലിയയിൽ പോയി എക്സാം എഴുതുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞു. എങ്കിലും മാതാവിലുള്ള എൻ്റെ അതിയായ വിശ്വാസം കൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി എക്സാമിന് വേണ്ടി പോയി. പക്ഷേ ഞാൻ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വളരെ ശക്തമായി വയറുവേദന വരികയും ഞാൻ എന്നെ ആംബുലൻസിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അഡ്മിറ്റ് ആവാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ 3 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കേണ്ടിയിരുന്നു. അപ്പോൾ ക്ലാസ്സിന് പോകാനായിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഈ പാസ്പോർട്ടില്ല എന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു. എനിക്ക് എവിടെയാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതെന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഞാൻ എത്രയോ വിശ്വാസപ്രമാണം ചൊല്ലി, എത്ര എണ്ണം ചൊല്ലിയെന്ന് എനിക്കറിയില്ല. ആ റോഡിൽ കൂടി ഞാൻ കുറേ നടന്നു. അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ എത്ര എണ്ണം ചൊല്ലിയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ആ പഴയ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് ക്ലാസ്സിലെത്തിയെങ്കിലും എനിക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ വലിയൊരു നിരാശയിൽപ്പെട്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വലിയ ഡിപ്രഷനിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിരാശ പൈശാചിക ശക്തിയാണ്, അതുകൊണ്ട് ഒരിക്കലും നിരാശയിൽപ്പെടരുത്, ചേച്ചി ജോസഫ് ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരു വചനമായിരുന്നു, ബലഹീനതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന്. അങ്ങനെ അതെനിക്കൊരു വലിയ കരുത്ത് നൽകി. അപ്പോൾ ഞാനൊരു 1-2 മണിക്കൂറുകൾ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായൊരു ഉണർവും ശക്തിയും ഒക്കെ കിട്ടി. അതിനുശേഷം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയെങ്കിലും എൻ്റെ എക്സാം എല്ലാം എനിക്ക് ഫെയിലാകുമെന്ന് എനിക്ക് മനസ്സിലായി. ഓരോ സ്റ്റേഷനിൽ ഞാൻ എത്തുമ്പോഴും ഞാൻ ഒട്ടും നല്ലതല്ലായിട്ടല്ല ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പറഞ്ഞു, നമുക്കൊരു ഓർണമെൻറ്റ്സും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു മെറ്റലും ഒന്നും കൈവെക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഉടമ്പടി കാശുരൂപമായിട്ടായിരുന്നു പോയത്. അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം എൻ്റെ പോക്കറ്റിലിട്ടു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിന്നെ എക്സാമിൽ നിന്ന് ബാൻ ചെയ്യാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് കാര്യമായി എടുത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേര് എന്നെ ബാൻ ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ, മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുന്നതുകൊണ്ട് എന്നെ ഒരിക്കലും എക്സാമിൽ നിന്ന് ബാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മിക്കവാറും ഫെയിലാകും. കാരണം ഞാൻ ഒട്ടും നന്നായിട്ടല്ല ചെയ്തത്. കാരണം എൻ്റെ ശരീരത്തിന് ഒട്ടും ആരോഗ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്.
പക്ഷെ ഞാൻ ഇത്ര മാത്രം പറഞ്ഞു, മാതാവേ ഈശോയെ, നിങ്ങൾ വിചാരിച്ചാൽ എന്നെ ഈ എക്സാം പാസ്സാക്കാൻ സാധിക്കും, പക്ഷെ ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ഞാനിത് പാസ്സാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വരികയും എൻ്റെ സർജറി കഴിയുകയും ചെയ്തു. അപ്പോൾ സർജറിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ആളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. അങ്ങനെ ഞാൻ സർജറിക്ക് വേണ്ടി കയറുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി സർജറി കഴിഞ്ഞാൽ എനിക്ക് ഈ പത്രം ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും നടന്ന് എൻ്റെ പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സർജറിക്കായിട്ട് പോകുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ഈ വൻമതിൽ നിനക്ക് എൻ്റെ യേശുവിൻ്റെ സഹായത്താൽ ഈ വൻമതിൽ എനിക്ക് ചാടിക്കടക്കാൻ സാധിക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞ് വന്നു. ആദ്യത്തെ ദിവസം ICUലൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ബോധം വന്നപ്പോൾ തൊട്ട് ഞാൻ ആ കട്ടിലയിൽ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉടമ്പടിയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ബൈബിൾ ആ സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. തിരിച്ച് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഞാൻ ഏർലി മോർണിംഗ് തന്നെ എഴുന്നേറ്റ് മുട്ടുകുത്താനുള്ള അവസ്ഥയില്ലായിരുന്നു. എങ്കിലും നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. അതിനുശേഷം അതിനുശേഷമാണ് റിസൾട്ടുമായിട്ട് ഖത്തറി വന്ന് അവിടുന്ന് കീമോ ചെയ്യണമെന്ന തീരുമാനം ഉണ്ടാകുകയും കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു മൊമെൻറ്റിലാണ് എനിക്ക് അതിൻ്റെ ജസ്റ്റ് തലേ ദിവസമാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. അതിൽ ഞാൻ 9 out of 10 സ്റ്റേഷനോടുകൂടി പാസ്സായി. അതൊരു വലിയ റിസൾട്ടായിരുന്നു. എൻ്റെ ഈശോയും മാതാവും മാത്രമാണ് എന്നെ അത് പാസ്സാക്കി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുശേഷം എനിക്ക് ഈ കീമോയുടെ സമയങ്ങളിലുമെല്ലാം എനിക്കതൊരു വലിയ ഒരു മോട്ടിവേഷനായി. എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ അസുഖത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. മാതാവ് അങ്ങനെ എനിക്കൊരു വലിയ അനുഗ്രഹം അത് ആ എക്സാം റിസൾട്ട് വഴി തന്നു. അങ്ങനെ ഫസ്റ്റ് കീമോ കഴിഞ്ഞു. സെക്കൻഡ് കീമോ തൊട്ട് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. 5ാമത്തെ ദിവസം കീമോ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടുകയില്ലായിരുന്നു. അങ്ങനെ 5ാമത്തെ ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഈശോയുടെയും മാതാവിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ, എനിക്ക് എൻ്റെ ശരീരത്തിന് തീരെ ശക്തിയില്ല, എൻ്റെ മനസ്സിലും എന്താണ് എൻ്റെ മനസ്സിൽ നടക്കുന്നതെന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വന്ന് നിങ്ങളായിട്ട് എൻ്റെ ജോലി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു പോകുന്നത്. എല്ലാ ദിവസവും ഞാൻ പോകുമ്പോൾ അന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എണ്ണ, ഉടമ്പടി തൈലം, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ നെറ്റിയിലും വയറിലും തൂത്തിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടെ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഓരോ വ്യക്തിയിലും എനിക്ക് മാതാവിൻ്റെ ഒരു കനിവ് എനിക്ക് ദർശിക്കാൻ സാധിച്ചു. ഈശോയും മാതാവും എൻ്റെ കൂടെ വന്ന് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്ന എല്ലാ ജോലികളും എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒരു ഡ്യൂട്ടി 2 മണിക്ക് തീരുമെങ്കിൽ ആ കൃത്യം 2 മണിയാകുമ്പോൾ ഞാൻ സിക്കാവുമായിരുന്നു. എമർജൻസി പോയി ഞാൻ അഡ്മിറ്റായി. ഒരു 8:30 വരെ ഞാൻ അവിടെ ഡ്രിപ്പൊക്കെ ഇട്ട് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുമായിരുന്നു. ഇതൊന്നും എൻ്റെ കഴിവല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം മാതാവ് ഈശോ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലി ചെയ്യുവാനോ എനിക്ക് സർവൈവ് ചെയ്യുവാനോ എനിക്ക് സാധിക്കുകയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ കൃത്യം 5:30 ആകുമ്പോൾ എഴുന്നേറ്റ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള എൻ്റെ അവസ്ഥകളിൽ എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ അധികം ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് എക്സാം എഴുതുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ എക്സാം എഴുതാനുള്ള ഫീസ് നൽകി സഹായിച്ചു. അല്ലാണ്ട് എനിക്ക് ഫിസിക്കലി ആരെയും അങ്ങനെ നടന്ന് സഹായിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുകയല്ലാണ്ട് എന്നെക്കൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ അധികം ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ കീമോയുടെയൊക്കെ ഇടയിലാണ് ഞാൻ ഈ ഓസ്ട്രേലിയയുടെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തോടുകൂടി ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ മാത്രമേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ രാവിലെ എഴുന്നേക്കും,
പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, വിശ്വാസപ്രമാണം ചൊല്ലും, സർവ്വസ്നാപിതാവേ നന്മോർമ്മയും ചൊല്ലും. ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയുടെ ഓരോ പ്രോസസ്സിങ്ങും, അഫ്ര രജിസ്ട്രേഷനോ ആൻമാർക്കും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ മാതാവ് ഓരോ ഘട്ടത്തിലും എൻ്റെ ബലത്തിലല്ലായിരുന്നു. കീമോ എടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഒരു ശക്തിയുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എനിക്കും ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനെ ഈശോനെയും വിളിച്ച് ആ പ്രോസസ്സിങ് എല്ലാം ചെയ്തു. അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് കംപ്ലീറ്റായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ 6 കീമോ എടുത്തു. കീമോയ്ക്ക് ശേഷം എൻ്റെ ശരീരവും നന്നായിട്ട് തളർന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈശോയ്ക്ക് സാക്ഷിയായി മാതാവിൻ്റെ ഈ കൃപാസന പള്ളിയിൽ വന്ന് എന്നെ സാക്ഷ്യം പറയുവാനായിട്ട് അനുവദിച്ചതിന് ഒരുപാട് നന്ദി. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോനൊരു സ്പീച്ച് ഡെഫിസിറ്റ് വന്നായിരുന്നു. അതിനുശേഷം അതും മാതാവ് എല്ലാം ശരിയാക്കി തന്നു. ഇത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകിയ ഇന്ന് ഒരു ക്യാൻസറുമില്ലാതെ, അതായത് ക്യാൻസർ ഈ ഓവറിയുടെ ക്യാൻസറൊക്കെ 3ാമത്തെ 4ാമത്തെ സ്റ്റേജിലൊക്കെ അറിയുണ്ടായിരുന്നുള്ളൂ. പല ഡോക്ടർമാരെയും ഇതിനു മുന്നേ ഞാൻ കൺസൾട്ട് ചെയ്തെങ്കിലും അവരത് ഡയഗ്നോസ് ചെയ്തില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ആകുകയും എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുകയും ചെയ്തത്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും നന്ദി. സങ്കീർത്തനം 13, 5, 6 തിരുവചനങ്ങൾ. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സവിതാ പോൾ എന്ന ഈ മകൾ തൻ്റെ ജീവിതം കടന്നുപോയ ഏറ്റവും ക്ലേശകരമായ നാളുകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണവും സഹായവും എത്രത്തോളം അനുഗ്രഹമായി അനുഭവിച്ചുവെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, എൻക്ലക്സ് എക്സാം പഠിക്കുവാൻ വേണ്ടിയും പരീക്ഷ എഴുതുവാൻ വേണ്ടിയും ഒരുങ്ങിയ നാളുകളെക്കുറിച്ച്. അത് ഒരുങ്ങുന്ന നാളുകളിലാണ് മകൾ രോഗത്തെക്കുറിച്ച് അറിയുന്നത്. അത് പരീക്ഷ മകൾ നന്നായിപ്പോയി എഴുതി. ക്ലാസ്സിലൊന്നും പങ്കുചേരുവാൻ സാധിച്ചിരുന്നില്ല. ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയ നാളുകളിലാണ് മകളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് നഷ്ടമാകുന്നത്. ഒരു 2-3 ദിവസത്തെ ക്ലാസ്സുകൾ അതോടെ നഷ്ടമായി. എങ്കിലും പരീക്ഷ എഴുതുന്ന സമയത്ത് വളരെ ക്ലേശമായിരുന്നു. എങ്ങനെ എഴുതിയെന്ന് മകൾക്ക് നിശ്ചയമില്ല. എങ്കിലും ഓരോ നിമിഷവും ജീവിതത്തിൽ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഓരോ ചോദ്യത്തിനും മകൾ ഉത്തരം കൊടുത്തുകൊണ്ടിരുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ പാസ്പോർട്ടിന് വേണ്ടിയും മകൾ ചെയ്തിരുന്നത് എണ്ണമില്ലാത്തത്ര വിശ്വാസ പ്രമാണം ചൊല്ലി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ കരങ്ങളിലേക്ക് അത് നഷ്ടപ്പെട്ടാൽ ജീവിതം മുഴുവനും ക്ലേശകരമാകുന്ന അവസ്ഥയിൽ അത് മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തിരികെ കണ്ടെത്തുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തി. മറ്റൊന്ന്, മെച്ചപ്പെട്ട ഡോക്ടർമാരെയും ആശുപത്രികളെ സന്ദർശിച്ചും മകൾ ആ പീരീഡ്സ് വരാത്തതിനെക്കുറിച്ച് പരിശോധനകൾ നടത്തിയിട്ട് ഒന്നും കണ്ടെത്താതിരുന്നു. എന്നാൽ ഒരു സാധാരണ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡോക്ടറാണ് മോളോട് ഇത് പരിശോധിക്കേണ്ടതാണെന്നും പരിശോധിച്ചുകൊണ്ട് അതിലൊരു മാസ് ഉണ്ടെന്നും അത് സർജറിയിലൂടെ റിമൂവ് ചെയ്യണമെന്നും നിർദ്ദേശം കൊടുക്കുന്നത്. അത് മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു സാധാരണ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടുന്നാണ് ഈ രോഗത്തെ അറിയുന്നതിന് വേണ്ടുന്ന തുടക്കം ലഭിക്കുന്നത്. ഇവിടെ നിന്ന് മകളത് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ക്യാൻസറസ് എന്ന റിസൾട്ട് വരുന്നു. ക്യാൻസറസ് എന്ന റിസൾട്ട് വരുമ്പോഴും മകൾ പറഞ്ഞു, ആദ്യത്തെ ദിവസം ഞാനൊന്ന് പതറിപ്പോയി. പിന്നീട് എനിക്കത് കൂടുതൽ ആത്മധൈര്യമാണ് പകർന്നത്. എൻ്റെ അമ്മ മാതാവ് കൂടെയുള്ളപ്പോൾ, അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും ഉടമ്പടിയുടെ നൃത്തവസ്തുക്കളും എൻ്റെ കൂടെയുള്ളപ്പോൾ ഇതിനെ തരണം ചെയ്യുമെന്ന് ഞാൻ വല്ലാതെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ, തുടർന്ന് 6 കീമോ എടുത്ത നാളുകൾ. ഓരോ കീമോ എടുത്തു കഴിയുമ്പോഴും വിശ്രമിക്കുവാനല്ല, മറിച്ച് വീണ്ടും കുടുംബം പുലർത്തുന്നതിന് വേണ്ടി ജോലിക്ക് പോകുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ 5-ാം ദിവസവും ജോലിക്ക് തുടർച്ചയായി പോയിക്കൊണ്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളെയും അവൾ ചെയ്തുകൊണ്ടിരുന്നു. അതോടൊപ്പം അവളുടെ വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സും
എല്ലാം നന്നായി പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു. സാധാരണ ഒരു രോഗി ആ നാളുകളിൽ ചെയ്യാത്തത്ര ജോലികൾ ചെയ്തു, ചെയ്യാത്തത്ര മണിക്കൂറുകൾ അവൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അധ്വാനത്തിന് വിട്ടുകൊടുത്തു. അതോടൊപ്പം പൂർണ്ണമായും അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിച്ച് അമ്മയുടെ സംരക്ഷണയിൽ, അമ്മയുടെ സഹായത്തിൽ സൗഖ്യത്തിന് വേണ്ടിയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മകളുടെ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നതൊക്കെയും പരിശുദ്ധ കൃപാസന മാതാവിലുള്ള വലിയ ശരണപ്പെടലാണ്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ അത് എല്ലാ നേരവും ചൊല്ലുവാനുള്ള സന്തോഷമാണ്. അതോടൊപ്പം ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ അത് മകൾക്ക് കൈമാറിക്കൊണ്ടിരുന്ന വലിയ ആത്മധൈര്യത്തെക്കുറിച്ചാണ്. രോഗം സൗഖ്യപ്പെടുത്തുകയും വിദേശത്ത് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ക്രമപ്പെടുത്തി ഒരുക്കി കൊടുക്കുകയും പൂർണ്ണാരോഗ്യത്തോടെ സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുവാൻ മകളെ എത്തിക്കുകയും ചെയ്തതിന് മകൾ സന്തോഷത്തോടെ കൂടി കുപ്പുകരത്തോടു കൂടി അമ്മ മാതാവിന് നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, എത്ര കണ്ട് ജീവിതം മാറി മറഞ്ഞാലും, എത്ര കണ്ട് കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ചഞ്ചലപ്പെടാത്ത വിശ്വാസത്തോടെ പരിശുദ്ധ കൃപാസന മാതാവിൽ ശരണപ്പെടുമെങ്കിൽ ഏതൊരു ഗൗരവമുള്ള വിഷയത്തെയും അസാധ്യമെന്ന് കരുതുന്ന ജീവിത പ്രശ്നങ്ങളെയും അമ്മ മാതാവ് നമുക്ക് അനുകൂലമാക്കി നമുക്ക് നൽകിക്കൊണ്ടിരിക്കും, സൗഖ്യപ്പെടുത്തി സഹായിച്ചു കൊണ്ടിരിക്കും, കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. മകൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഖ്യാനുഭവത്തിനും ഈ ജോലിക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കും. പരിശുദ്ധ അമ്മയിലൂടെ ഈശോ എന്നെ അനുഗ്രഹിച്ചതിന് 100,000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഡൊമിനിക്ക്. എൻ്റെ ഇടവക വല്ലാർപാടം. ഞാൻ 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. പക്ഷേ എനിക്കത് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. ഞാൻ ഉടമ്പടി ഉഴപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉഴപ്പി. ഞാൻ കൃപാസനം മറന്നു, കൃപാസന അമ്മയെ മറന്നു. അങ്ങനെ ഞാൻ 2023 വരെ അങ്ങനെ ജീവിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുണ്ടായി. എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങനെ ഞാൻ പിന്നെയും ഇവിടെ 2023 ജാനുവരി 6-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം എഴുതി, എനിക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും സ്നേഹിക്കുവാനുള്ള കൃപ തരണമെന്ന്. കാരണം ആദ്യത്തെ ഉടമ്പടി ഉഴപ്പിയതാണല്ലോ. ഉടമ്പടി എന്തെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിന് പറ്റില്ല. അങ്ങനെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടതിൻ്റെ ഫലമായി എനിക്ക് ഈശോ വചനങ്ങൾ വായിക്കുവാനുള്ള കൃപ തന്നു. ഞാൻ ഒരു ദിവസം കുറേ നേരം, 1 മണിക്കൂർ അതിലധികം സമയം ഞാൻ ബൈബിൾ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി. നേരത്തേക്ക് ഞാൻ ബൈബിൾ വായിച്ചിരുന്നത് ഒരു സിനിമാ കഥ പോലെയായിരുന്നു. ഒന്നും മനസ്സിൽ ഗ്രഹിക്കുന്നില്ല, ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ വചനങ്ങൾ വായിക്കുമ്പോൾ ഓരോ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. അത് ഞാൻ എൻ്റെ നോട്ട് ബുക്കിൽ പകർത്തി എഴുതും. അങ്ങനെ ഞാൻ വചനങ്ങൾ വായിച്ച് അത് ഞാൻ ഭക്ഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വചനം കടന്നു വന്നു. 1 തെസ്സലോണി 5:16. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിക്കുവിൻ. പരിശുദ്ധ അമ്മ എന്നെ തൊട്ടു എന്ന് എനിക്ക് തോന്നിയതല്ല, തൊട്ടത് തന്നെയാണ്. അങ്ങനെ ഞാൻ കൂടുതൽ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി. എനിക്ക് മൊബൈൽ ഓണാക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ. യൂട്യൂബിലെ സാക്ഷ്യങ്ങളോ വാട്സപ്പോ ഒന്നും എനിക്കില്ല. ഒരു ദിവസം എൻ്റെ മൊബൈലിലേക്ക് ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും വരുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കൂടുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ധ്യാനത്തിലോട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ കൂടുതൽ തൊടുകയും എൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പ്രകാശം പരക്കുകയും ചെയ്തു. ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന ആദ്യത്തെ നിയോഗം. പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു സൈക്കിൾ എൻ്റെ കയ്യിലോട്ട് മറിഞ്ഞു വീഴുകയും എൻ്റെ കയ്യിൽ എല്ല് പൊന്തി വരികയും അതൊരു മുഴ രൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു. ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് ധൈര്യമായിരുന്നു.
അതുകൊണ്ട് ഞാൻ അപ്പോഴൊന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സംഭവിച്ച ഉടനെ തന്നെ വരേണ്ടതായിരുന്നു. കാരണം ഇപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്ലാസ്റ്റർ ഇടണമെങ്കിൽ ഈ എല്ല് സർജറി ചെയ്യണമെന്ന്. ഡോക്ടർ തന്ന മരുന്നുമായി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ച് മരുന്ന് തീർന്നു. ആ മരുന്നിനൊന്നും എൻ്റെ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഈ കൈ വെച്ച് ഒന്ന് പൊക്കുവാനോ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കുവാനോ എന്തിന് എൻ്റെ ഒരു മുടി പോലും ചീകുവാനോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മനോട് പ്രാർത്ഥിച്ചു. ഓൾറെഡി എനിക്ക് 2 ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എൻ്റെ ശരീരത്തിൽ. ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഒരു ഓപ്പറേഷൻ എൻ്റെ ശരീരത്തിൽ വയ്ക്കരുത്. കാരണം എനിക്കത് പറ്റില്ല. ഞാൻ മാനസിക ഇതിലൂടെയാണ് കടന്നു പോയത്. ഇനി എനിക്ക് വയ്യമ്മ, അമ്മ എന്നെ തൊട്ടതാണല്ലോ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന ചൊവ്വാഴ്ച ദിവസം ഞാൻ കൂടുമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, രോഗമുള്ള വശത്ത് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ കാര്യമേ മറന്നുപോയി. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. പിന്നെ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നു. ഒരു ദിവസം ഞാൻ എന്തോ ഭാരമുള്ള ഒരു കലമെടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യോ എനിക്ക് കൈക്കൊരു മുഴയും എല്ല് പൊന്തിയും ഇരിക്കുന്നല്ലോ. അത് നോക്കിയപ്പോൾ ആ എല്ലുമില്ല, ആ മുഴയുമില്ല. ഞാൻ പോലും അറിയാതെ പരിശുദ്ധ അമ്മ എന്നെ തൊട്ട് കുപ്പത്തൊട്ടിയിൽ കിടന്ന എന്നെ പരിശുദ്ധ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റി. ഇതാണ് എൻ്റെ നിയോഗം. പിന്നെ ഞാൻ എഴുതിയത് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം. കാരണം എനിക്ക് യൂട്രസ് ഓപ്പറേഷൻ ചെയ്തതിലൂടെ എനിക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുണ്ടായി. എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ആകെ വെട്ടുവേർക്കും. എനിക്കറിയാം 5 മണിക്കൂർ എനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുകയുള്ളെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ അമ്മയെ കൂട്ടുപിടിച്ചു, വേറെ ആരെയും ഞാൻ കൂട്ടുപിടിച്ചില്ല. ഞാൻ പറഞ്ഞു, അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം. ഈ പുണ്യഭൂമിയിൽ നിന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ അൾത്താരയിലേക്ക് എനിക്ക് വന്നം. അമ്മയുടെ ജപമാലയും ചൊല്ലി എനിക്ക് വരണമേ എന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് അവിടെ നിന്നും ഒരു ബസ്സിൽ ഇവിടെ കൃപാസന റാലിക്ക് വരികയും സന്തോഷവും വളരെ തീക്ഷ്ണതയോടും കൂടെ എനിക്കതിൽ പങ്കെടുത്ത് തിരിച്ചു പോകുവാനും കഴിഞ്ഞു. ബസ്സിലിരുന്ന പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും എനിക്ക് യാതൊരുവിധ തളർച്ചയും ക്ഷീണമോ ഒന്നും ഉണ്ടായില്ല. ഞാൻ കൃപാസന റാലി കഴിഞ്ഞിട്ടും എനിക്ക് ഒരിഞ്ച് ഇരിക്കുവാൻ പോലും സാധിച്ചില്ല. ഞാൻ ആ നിപ്പ് വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ ഇരുന്നത്. വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുമായി മുന്നോട്ട് പോന്നു. ഇത് പരിശുദ്ധ അമ്മ എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഈ വർഷവും ഒക്ടോബർ 26-ാം തീയതി ഞാൻ വന്നു. ഞാൻ ഒരാളായിട്ടല്ല വന്നത്. ഞാൻ ഒരു ബസ് ബുക്ക് ചെയ്ത് 50 പേരെയും കൊണ്ടുമാണ് വന്നത്. പക്ഷേ 50 പേരുടെ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടുതൽ പേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്കും കൃപാസന റാലിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ 50 പേരെയും കൊണ്ടുവന്നു. ഞാൻ അമ്മനോട് ഒരു പൂവാണ് ചോദിച്ചത്, അമ്മ എനിക്ക് കൃപാസന റാലിയിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ അമ്മ എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം തന്നെയാണ്. അത്ര മക്കളെ എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്ക് സാധിച്ചു. ഇതെൻ്റെ കഴിവല്ല, പരിശുദ്ധ അമ്മ എന്നിൽ പ്രവർത്തിച്ച ഓരോ അടയാളങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എനിക്ക് 2 ആപത്തുകൾ സംഭവിച്ചു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ബൈക്കിന് പോകുമ്പോൾ എതിരെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. ശരിക്കും ബസ് ഞങ്ങളെ ഇടിക്കേണ്ടതായിരുന്നു. ഒരു സൈഡിലായിട്ട് വണ്ടിയുടെ വീൽ തെന്നി മാറുകയും ഞങ്ങൾ 2 പേരും ബൈക്കിനടിയിലാവുകയും ചെയ്തു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഒരു ബെഡിലേക്ക് വീഴുന്നത് പോലെയാണ് ഞാൻ നോക്കിയത്. ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം നേരെ കിടക്കുന്നു. ഞാൻ ഓർത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളെ വീഴ്ചയില്ലെങ്കിൽ ഞങ്ങൾ ആ ബസ്സിൻ്റെ അടിയിൽ പോകുമായിരുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ക്യാൻസർ രോഗികളെ കണ്ട് മടങ്ങുമ്പോൾ ബസ്സിൽ ഞാൻ കയറിയപ്പോൾ തന്നെ ബസ്സിൻ്റെ ഡോർ ലോക്കാവുകയും ചെയ്തു. എൻ്റെ കൈയും ബസ്സിൻ്റെ ഡോറും തമ്മിൽ ലോക്കായി. ആ ലോക്ക് മാറ്റണമെങ്കിൽ ഡ്രൈവറിന് മാത്രമേ പറ്റുകയുള്ളൂ. ബസ്സിലെല്ലാവരും ഒച്ചയെടുത്തു കൈ എന്നും പറഞ്ഞു. ഞാനും ഒച്ചയെടുത്ത് ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡായിട്ട് കൈ അമരുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഡോറ് തുറക്കുകയും ഞാൻ അവിടെ ഇരുന്ന് എല്ലാവരും ഓടി കൈയൊടിഞ്ഞെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ പയ്യെ എൻ്റെ ബാഗിൽ നിന്നും എൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മേ ഒരു
ഒരാപത്തും വെക്കല്ലേ. എനിക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയേണ്ടതെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇപ്പോൾ വേദന ഉണ്ടാകില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ നീര് വരുമെന്ന് പറഞ്ഞ് ഒരു നീര് പോയിട്ട് ഒരു വേദനയും ഈ കൈക്ക് പരിശുദ്ധ അമ്മ വെച്ചില്ല. ഇത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ഉടമ്പടിയിൽ 6 നിയോഗമല്ല, അതിൽ കൂടുതൽ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങിത്തന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാനിവിടെ നിന്ന് 2 കെട്ട് 3 കെട്ട് പത്രം വാങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നുള്ള ഉപ്പിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പറയും, കൃപാസനമ്മയുടെ പത്രമാണ്, അത്ഭുത ശക്തിയുള്ള പത്രമാണ്, നിങ്ങൾ വായിക്കണം. വായിക്കാൻ പറ്റിയില്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒന്ന് നോക്കിയാൽ മതി, സുഖം പ്രാപിക്കുമെന്ന് പറയും. എല്ലാ പത്രങ്ങളും ഒരു ദിവസം തന്നെ അത് തീരും. പിന്നെ എൻ്റെ ഇടവക പള്ളിയിൽ കുറേ പേർ വന്ന് പത്രം വന്നുകൊണ്ടിരിക്കും. ഞാൻ ആദ്യം കണ്ടെങ്കിലും തിരിച്ചു പോകും. പക്ഷേ അമ്മ ബസ് സ്റ്റോപ്പ് വരെ എന്നെ എത്തിക്കുകയുള്ളൂ. ഞാൻ തിരിച്ചു പോകുന്ന ആ പത്രം മുഴുവനും എല്ലാവർക്കും കൊടുക്കും. കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത്, ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ 33 പേരുണ്ട്. അതിന് ഞാൻ കൃപാമരിയ എന്ന് പേരിട്ട് ഞങ്ങൾ 2ാമത്തെ ഞായറാഴ്ച പൊതിച്ചോറുകൾ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരോട് 1 മാസം മുമ്പ് തന്നെ വിളിച്ച് ചോദിക്കും, ഞങ്ങൾ കൃപാമരിയ കൂട്ടായ്മയാണ്, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറയും. അവർ ഞങ്ങളോട് പറയും, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, മരുന്നിനുള്ള പൈസ വേണമെന്ന് പറയും. ഞങ്ങൾ മരുന്നിനുള്ള പൈസയും ഭക്ഷണവുമായി കൊണ്ടുപോയി കൊടുത്ത് അവരോടൊത്ത് ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു പോരുന്നു. 3ാമത്തെ ഞായറാഴ്ച ഞാൻ ചെയ്യുന്നത് രോഗി സന്ദർശനം നടത്തുന്നു. ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കുന്ന മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരു വിഹിതം മാറ്റിവയ്ക്കുന്നു. ഓരോ മാസവും ഓരോ നിശ്ചിത തുക കൊടുക്കുന്നു. പക്ഷേ അത് കൂടുകയല്ലാതെ കുറയുന്നില്ല. ഓരോ ദിവസവും അമ്മ അത് കൂട്ടിക്കൊണ്ടുവരുന്നു. ചിലപ്പോൾ 3 പേർക്ക് കൊടുക്കും, ചിലപ്പോൾ 2 പേർക്ക് കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികൾ ഇത്രത്തോളം പരിശുദ്ധ അമ്മ ഉയർത്തിയിരിക്കുന്നു. അകണ്ട ജപമാല ഞാനിവിടെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങൾ 4ാമത്തെ ഞായറാഴ്ച പള്ളിയിൽ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി അകണ്ട ജപമാല ചൊല്ലുന്നു. അകണ്ട ജപമാലയിലൂടെ കുറേ രോഗസൗഖ്യം കിട്ടുന്നു, സുഗന്ധാഭിഷേകം നൽകുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങളെ എല്ലാവരെയും ഉയർത്തിയിരിക്കുന്നു. ഇതെൻ്റെ കഴിവല്ല, പരിശുദ്ധ അമ്മ എന്നിലൂടെ പ്രവർത്തിച്ച വലിയ ശക്തിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത്രത്തോളം പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരു 500 രൂപ കിട്ടിയാൽ ഞാൻ വേഗം ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ ഓടുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗികളെ കാണാനാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാനും പരിശുദ്ധ അമ്മ എന്നെ ഉപയോഗിക്കുന്നു. ഈ മകളെ, കുപ്പത്തൊട്ടിൽ കിടന്ന മകളെ എന്നെ ഉയർത്തി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ലൂക്ക 12:21 നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. മേരി ഡൊമിനിക് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്ര സുന്ദരമായിട്ടാണ് ദൈവാനുഭവത്തിൻ്റെ നല്ല വശങ്ങളെ ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. വിശ്വാസത്തിന് ലഭിച്ച ബോധ്യങ്ങൾ, ദൈവസ്നേഹത്തിലുള്ള വളർച്ച, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള തീഷ്ണത, ഓരോ നിമിഷവും അമ്മ മാതാവിൽ ആശ്രയിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള സന്നദ്ധത, ഉടമ്പടി നേർച്ചവസ്തുക്കൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു ആപത്സന്ധിയിലും സൗഖ്യപ്പെടുത്തുന്ന അഭിഷേകവും സൗഖ്യപ്പെടുത്തുന്ന തൈലവും ശക്തിപ്പെടുത്തുന്ന അഭിഷേകവുമായി ഉടമ്പടി തൈലം എന്നും ജീവിതത്തിലുണ്ടാകുമെന്ന ബോധ്യത്തോടു കൂടി സഹോദരി മുന്നേറുന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. അത് രോഗങ്ങൾക്ക് എപ്പോഴും ഔഷധമായി മാറുന്നു. മകളുടെ 2 അപകട സമയത്തും മകൾക്കത് ഉടമ്പടി തൈലം ഔഷധമായി മാറിയതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി മകൾ ഇറങ്ങിത്തിരിക്കുന്ന ഓരോ അവസരത്തിലും അത് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ അടയാളമായി മകൾക്കത് മാറുന്നുണ്ട്. അനേകരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ നിരന്തരം മകൾക്ക് സാധിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മുതൽ അർത്തിങ്കൽ വരെ സാധാരണ ആരോഗ്യത്തിന് മകൾക്ക് നടക്കുവാൻ പാടില്ലെങ്കിൽ കൂടിയും ആ ദിനം
വളരെ സന്തോഷത്തോടെ ജപമാല റാലിയിൽ നടന്നതിനെ ദൈവാനുഗ്രഹമായി മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ അമ്മ മാതാവിനെ അറിഞ്ഞ നാൾ മുതൽ സ്വഭാവത്തിൽ, കുടുംബത്തിൽ, ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ സന്തോഷത്തോടെ ഏറ്റുപറയുകയാണ്. ഉടമ്പടി ജീവിതം ഒരു ക്വാളിറ്റി ചേഞ്ച് നമുക്ക് നൽകുന്നുണ്ട്. അത് നാം ആയിരിക്കുന്ന സാധാരണ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും കശപിശകളിൽ നിന്നും കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ, ആത്മാവിനെ ഉണർത്തുന്ന രീതിയിൽ, സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ വളർത്തുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതം ഒരാത്മീയ ഉണർവും വളർച്ചയും നമ്മളിൽ നൽകുന്നുണ്ട്. വാക്കുകൾ മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെ അമ്മ മാതാവിലേക്ക് അടുത്തപ്പോൾ സഹോദരിയെ എത്ര കണ്ട് അമ്മ മാതാവ് നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ്. ഉടമ്പടി ജീവിതം ഓരോ നിമിഷവും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് നമ്മളെ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കി മാറ്റുന്നു. നമ്മുടെ ഈ ലോകത്തിൻ്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ആത്മാവിനെ കൂടുതൽ സംരക്ഷിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനുപകരിക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാനും ഉടമ്പടി ജീവിതം നിരന്തരം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് മകനുടെ വാക്കുകളിൽ മുഴുവനും ദൈവസ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ഏറ്റവും എളിമയുള്ള ആശ്രയത്വത്തെ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ജീവിതത്തിൽ ഇടപെടുമ്പോൾ എത്ര ഗുരുതരമായ പ്രശ്നവും നിസ്സാരമായി തീരുമെന്ന ബോധ്യം മകനുടെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. അപകടങ്ങളിൽ പോലും പതറാതെ അമ്മ മാതാവിൻ്റെ സംരക്ഷണം അതിവേഗ സൗഖ്യത്തിന് കാരണമാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് നാം കേൾക്കുന്നുണ്ട്. ഉടമ്പടി ജീവിതം നമുക്ക് കൈമാറുന്നത് ഈ ആത്മധൈര്യമാണ്. എൻ്റെ കൂടെ ഒരു അമ്മയുണ്ട്, എൻ്റെ കൂടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു തകർച്ചയിലും, ജീവിതം കടന്നു പോകുന്ന ഏതൊരു പ്രതിസന്ധിയിലും എന്നെ കാത്തുകൊള്ളുവാൻ, അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, എനിക്ക് നന്മയായിട്ടുള്ളത് നേടിത്തരുവാൻ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും എനിക്ക് കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്കാണ് ഉടമ്പടി ജീവിതം നയിക്കുക. അതുകൊണ്ടാണ് സഹോദരിയുടെ വാക്കുകളിൽ എല്ലാം ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന്, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന്, ദൈവരാജ്യ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കുന്നതിന് സഹോദരി വ്യാപരിക്കുന്നതായി അടയാളപ്പെടുത്തുന്നത്. ദൈവരാജ്യ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സഹോദരിയുടെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നന്മയ്ക്കും ഉപകാരത്തിനും വേണ്ടുന്ന രീതിയിൽ മാതാവ് ക്രമീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും അവിടുന്ന് കൈവിടുന്നില്ല. എത്ര നടന്നാലും അവർ ക്ഷീണിക്കുകയില്ല, എത്ര ഓടിയാലും അവർ തളരുകയില്ല. യെശയ്യായുടെ പ്രവചനത്തിൽ നാം അത് 34:5 വായിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സഹോദരിയുടെ വാക്കുകളിൽ പറയുക. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ അമ്മ മാതാവിൻ്റെ കരം പിടിച്ചോടുന്നു. എൻ്റെ അമ്മ മാതാവ് തൻ്റെ കരവലയത്തിനുള്ളിൽ എന്നെ കരുതലോടെ സൂക്ഷിച്ച് എൻ്റെ ജീവിതത്തെ എപ്പോഴും സംരക്ഷിക്കുകയും എൻ്റെ ആവശ്യങ്ങളിൽ നിരന്തരം സഹായിക്കുകയും ചെയ്യുന്നു. ഇതേ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം നമുക്ക് നൽകണമെന്ന പ്രാർത്ഥനയോടുകൂടി ഈ സഹോദരിയുടെ ഈ സാക്ഷ്യത്തെ കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം.